വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശാസ്ത്ര താത്പര്യ നിർണയത്തിന് 6 ലക്ഷണങ്ങൾ അല്ലെങ്കിൽ 6 ലിംഗങ്ങൾ എന്ന് പറഞ്ഞ ലക്ഷണങ്ങൾ അത് പറഞ്ഞു. ഉപക്രമ ഉപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ തത്വനിർണയം നമ്മൾ ചെയ്യുമ്പോൾ ആ തത്വനിർണയത്തിന് സഹായിക്കുന്നതായിട്ടുള്ള, ആ തത്വനിർണയത്തെ പരിപോഷിപ്പിക്കുന്നതായിട്ടുള്ള എന്തൊക്കെ വാക്യങ്ങൾ, എന്തൊക്കെ ലക്ഷണങ്ങൾ, അത് 12 സ്കന്ധങ്ങളിൽ നിന്ന് 12 സ്കന്ധങ്ങളുടെ അധ്യായങ്ങളിൽ നിന്ന് എങ്ങനെ തിരിച്ചറിയാം. അപ്പം അതിൻ്റെ ഒരു വിദ്യ, അതിൻ്റെ ഒരു ടെക്നിക്കാണ് ഈ ഉപക്രമ ഉപസംഹാരം എന്ന് പറയുന്നത്. ഉപക്രമം എന്ന് പറഞ്ഞാൽ തുടക്കം. അതിനെ ശാസ്ത്രീയ ഭാഷയിൽ പ്രതിജ്ഞ എന്നും പറയും. എന്താണോ പ്രതിജ്ഞ ചെയ്തു തുടങ്ങിയത് ആ അർത്ഥത്തെ, ആ ഭാവത്തെ അവസാന ഭാഗത്തും പറഞ്ഞ് അവസാനിപ്പിക്കണം. ഈ ആദ്യം പറഞ്ഞത് അവസാനം പറയുമ്പോൾ ഇത് രണ്ടിനും തമ്മിലുള്ള യോജന, ആ രണ്ടും തമ്മിലുള്ള യോജിപ്പിക്കൽ, അത് ഇടയ്ക്കുള്ള വാക്യങ്ങളുടെ സഹായത്തോടു കൂടി ആയിരിക്കും. അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ നോക്കിയാൽ ഒന്നാമത്തെ ശ്ലോകം, ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ ശ്ലോകം, ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചർത്ഥേഷ്വഭിജ്ഞസ്വരാട് എന്ന് പറയുന്ന ശ്ലോകം. അതിൻ്റെ അവസാനം ധാംനാ സ്വേന സദാ നിരസ്തകുഹം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി, ആ പരമസത്യത്തെ, പരമാർത്ഥത്തെ നമ്മൾ ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു. അങ്ങനെ പറഞ്ഞാണ് ഭാഗവതത്തിൻ്റെ ആ മംഗളാചരണ ശ്ലോകം അവസാനിക്കുന്നത്. ആദ്യത്തെ അക്ഷരത്തിൽ, ആദ്യത്തെ വാക്കിൽ പറഞ്ഞു ജന്മാദ്യസ്യ യതഃ. ആ സത്യം എന്താണ്? ആ സത്യത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മവും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പും പ്രപഞ്ചത്തിൻ്റെ അവസാനവും. അതാണ് ആ പരമതത്വം. നോക്കൂ, ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പേരോ ബലരാമൻ്റെ പേരോ ആരുടെയെങ്കിലും പേരുണ്ടോ? ആരുടെയും പേരില്ല. ഇവിടെ എന്തിനെയാണ് വർണ്ണിച്ചത്? എന്താണ് പ്രതിജ്ഞ ചെയ്തത്? ആ പരമസത്യത്തെ നാം ചിന്തിക്കുന്നു, പരമസത്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കാൻ പോകുന്നത് എന്ന് ഭഗവാൻ വേദവ്യാസൻ സ്വയം തന്നെ പറയുകയാണ്. ശുഖമുഖാത് പറയുകയാണെങ്കിലും അത് രചിച്ചത് വേദവ്യാസനാണെന്നാണല്ലോ വയ്പ്. അപ്പം അതിൽ
ബ്രഹ്മത്തിൻ്റെ പേര്, ബ്രഹ്മത്തിൻ്റെ ശബ്ദം പ്രയോഗിക്കുന്നുണ്ട്. തേനേ ബ്രഹ്മഹൃതായ ആദികവയെ മുഹ്യന്തിയത് സൂരയ. ബ്രഹ്മശബ്ദം പ്രയോഗിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആരുടെ തേജസ് കൊണ്ടാണോ ധാംന സ്വേന സദാ, ആരുടെ തേജസ് കൊണ്ട്, ആരുടെ ചൈതന്യം കൊണ്ട്, ഏതൊന്നിൻ്റെ ചൈതന്യം കൊണ്ട് നിരസ്ത കുഹകം, അജ്ഞാനത്തിൻ്റെ ഘനീഭൂതമായിട്ടുള്ള ഈ അജ്ഞാനത്തെ ഏതൊരു ചൈതന്യം ഇല്ലാതാക്കുന്നുവോ, നശിപ്പിക്കുന്നുവോ, അതാണ് ആ സത്യം. ആ സത്യത്തെയാണ് നാം ചിന്തിക്കുന്നത്. ഒരു സാമാന്യ രീതിയിൽ ശാസ്ത്രീയ വ്യവസ്ഥ അറിയാവുന്നുള്ള ആര് ഈ ഗ്രന്ഥം എടുത്ത് പഠിച്ചാലും, ശാസ്ത്രജ്ഞനാണെങ്കിൽ, അതായത് നമ്മുടെ ശാസ്ത്രവിധികൾ അറിയുന്ന ഒരാളാണെങ്കിൽ, അയാൾക്ക് അത്യന്തം സ്പഷ്ടമാകും, നിസ്സംശയം സ്പഷ്ടമാകുന്നൊരു കാര്യം എന്താണ്? ഈ ഗ്രന്ഥത്തിൽ പരമസത്യമായിട്ടുള്ള ബ്രഹ്മത്തെയാണ്, ജന്മാദ്യസ്യ യതഃ എന്ന സൂത്രങ്ങളൊക്കെ പറയുന്ന ആ തത്വത്തെയാണ് വ്യാഖ്യാനിക്കാൻ പോകുന്നത്, കഥനം ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കാൻ കഴിയും. പിന്നെ എങ്ങനെയാണ് മറ്റു വിഷയങ്ങൾ ഇതിൽ താല്പര്യമായിട്ട് വരിക? ശ്രീമദ് ഭാഗവതം വേദാന്ത പുസ്തകമല്ല, അതൊരു പുരാണമാണ്, ഒരു കഥാപുസ്തകമാണ് എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? എങ്ങനെയാണ് പറയുന്നത് ആൾക്കാർ? ഈ ശാസ്ത്രീയമായിട്ടുള്ള വ്യവസ്ഥയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, താൻ കൽപ്പിച്ച, താൻ മനസ്സിലാക്കിയതൊക്കെ ശരി എന്ന് വച്ച്, വേദാന്തമാകട്ടെ ഏതുമാകട്ടെ, അങ്ങനെ വച്ച് കരുതുന്നവരാണ് ഇങ്ങനെ പറയുക. ഇങ്ങനെ പറയുന്നവർ ഇന്നും ഉണ്ട്, ഞാൻ വെറുതെ പറയുകയല്ല. നമ്മുടെ ഭാരതത്തിൽ തന്നെ ശ്രീമദ് ഭാഗവതം ഒരു കഥാപുസ്തകമാണ്, പുരാണമാണ്, അത് വിവേകമുള്ളവർ, ബുദ്ധിയുള്ളവർ വായിക്കരുത് എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ കേട്ടിരിക്കില്ല. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഈ ഏരിയയിലൊന്നും ഇല്ല, പക്ഷേ ഉണ്ട്, ഭാരതത്തിൽ തന്നെയുണ്ട്. അത് സംബന്ധിച്ച് വലിയ വാഗ്വാദങ്ങൾ നടത്തുന്നവരുണ്ട്. ഭാരതം പിൽക്കാലത്ത് എഴുതപ്പെട്ടവർ, എന്താ പറയുക, ഭാഗവതം പിൽക്കാലത്ത് എഴുതപ്പെട്ടവരാണ്. ആപോദേവൻ എന്ന് പറയുന്ന ഒരു വൈഷ്ണവൻ എഴുതിയതാണ്. പിന്നെ ചിലർ പറയുന്നു രാമാനുജാചാര്യൻ എഴുതിയതാണ്, ഇത് 12ാം ശതാബ്ദിയിൽ വന്നതാണ്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിന് അവരുടേതായിട്ടുള്ള കുറേ യുക്തികളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇവിടെ പ്രധാനം, ഞാൻ പറഞ്ഞ വച്ച വിഷയത്തിലുള്ള പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, ഈ ഒരു ഗ്രന്ഥം എടുത്താൽ ആ ഗ്രന്ഥത്തിൽ ആരെ, എന്ത്, എങ്ങനെ പറയാൻ പോകുന്നു എന്ന് ആ ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വിഷയം പ്രതിപാദിക്കുന്ന, പ്രതിജ്ഞ ചെയ്യുന്നതായിട്ടുള്ള ആദ്യ വാക്യത്തിൽ, അല്ലെങ്കിൽ ആദ്യ വാക്യം ചിലപ്പോൾ മംഗളാചരണമാണെങ്കിൽ മറ്റേ രണ്ടാമത്തോ മൂന്നാമത്തെ വാക്യത്തിൽ അതിൻ്റെ സ്വരം, അതിൻ്റെ വക്തവ്യം സ്പഷ്ടമായിരിക്കും. ഇപ്പം ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ബ്രഹ്മസൂത്രം എടുക്കുക. ബ്രഹ്മസൂത്രത്തിൽ എന്താ ആദ്യത്തെ സൂത്രം എഴുതിയിരിക്കുന്നത്? അഥാതോ ബ്രഹ്മജിജ്ഞാസ. രണ്ടാമത്തെ സൂത്രമാണ് ഈ സൂത്രം, ജന്മാദ്യസ്യ യതഃ. മൂന്നാമത്തത് ശാസ്ത്രയോനിത്വ തത്വസമന്വയവാദ്. അതിൽ ഈ മുഴുവൻ ബ്രഹ്മസൂത്രത്തിൽ ഒറ്റ തവണയെ ബ്രഹ്മശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് ആശ്ചര്യം. ബ്രഹ്മസൂത്രത്തിൽ മുഴുവൻ ബ്രഹ്മം ബ്രഹ്മം എന്നല്ലേ പറയേണ്ടിയിരുന്നത്. പക്ഷെ ഒരൊറ്റ പ്രാവശ്യമേ ബ്രഹ്മശബ്ദം എന്ന് ഉപയോഗിച്ചിട്ടുള്ളതും അത് ആദ്യത്തെ സൂത്രത്തിലാണ്. അതഃ ബ്രഹ്മ ജിജ്ഞാസ. അവിടെ മാത്രമാണ് ബ്രഹ്മശബ്ദം പ്രയോഗിച്ചത്. അത് കഴിഞ്ഞ് ആ പറഞ്ഞ ബ്രഹ്മത്തിൻ്റെ, ആദ്യത്തെ സൂത്രത്തിൽ പറഞ്ഞ ബ്രഹ്മത്തിൻ്റെ വ്യാഖ്യാനമാണ് കണ്ണികളായിട്ട്, സൂത്രങ്ങളായിട്ട് 555 സൂത്രങ്ങളിൽ വ്യാഖ്യാനിച്ച് അവസാനിപ്പിക്കുന്നത്. അത് ശാസ്ത്രം പഠിക്കുന്ന ഒരാളിന് യാതൊരു സംശയവും ഉണ്ടാവില്ല. ഇനി ഇടയ്ക്കുന്നൊരു സൂത്രം ആരെങ്കിലും പഠിച്ചിട്ട് ഇതാണ് ബ്രഹ്മസൂത്രം എന്ന് വിചാരിച്ചാൽ അവർ അബദ്ധത്തിൽപ്പെടും. എത്ര വ്യവസ്ഥിതമായ ശാസ്ത്രീയ പ്രക്രിയ നോക്കും. അപ്പോൾ ഇവിടെ സത്യം പരം ധീമഹി എന്ന് പറയുന്നു, ജന്മാദ്യസ്യതഃ എന്ന് പറയുന്നു, തേനേ ബ്രഹ്മഹൃതായ ആദികവയെ എന്ന് പറയുന്നു.
അത് തന്നെ തേജോവാരി മൃതാം വിനിമയ എന്ന് പറയുന്നു. അതിൻ്റെയൊക്കെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാ കാര്യങ്ങളും എന്തൊക്കെ പറയാൻ പോകുന്നു അത് ഈ 4 വരിയിൽ സൂചിപ്പിച്ചു വച്ചു, പ്രതിജ്ഞ ചെയ്തു. ധീമഹി എന്നുള്ള പ്രയോഗം വൈദിക വ്യാകരണ പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു എന്നാണ്. ധൈ ചിന്തായം എന്നുള്ള ധാതുവിൽ വൈദിക പ്രയോഗം അനുസരിച്ചാണ് ധീമഹി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് വരേണ്ടിയിരുന്നത് ധ്യായേമഹി എന്നാണ്. ധ്യായേമഹി, ധ്യായേമഹേ, ധ്യായേമഹി എന്നാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ ധീമഹി എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു പ്രയോഗം അവിടെ ഉണ്ട്. യകാരം ലോപിച്ചത് പറഞ്ഞു എന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഇതായല്ലോ ഉപക്രമം. ഇനി അതിനൊരു സംശയം വേണ്ട, ഈ ഉപക്രമത്തിൽ ഇതാണ് പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ നിസ്മർസരാണാം സതാം. ആ ബ്രഹ്മമാകുന്ന പരമസത്യത്തെ ചിന്തിക്കാൻ നാം കാണാൻ പോകുന്ന, അറിയാൻ പോകുന്ന വഴി ഏതാണ്? ധർമ്മമാണ്, പ്രോജ്ജിതമായതാണ്, ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ ധർമ്മത്തിൻ്റെ മാർഗമാണ് നാം ഇനി കാണാൻ പോകുന്നത്. വേദ്യം വാസ്തവമത്ര. ഇതൊക്കെ സ്വാമിജി ആദ്യ വ്യാഖ്യാനത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വ്യാഖ്യാന രീതിയിലേക്ക് പോകുന്ന സ്വാമിജിയുടെ വാക്കുകൾ തന്നെ നിങ്ങൾ ഓർക്കുക. അതൊക്കെ വിശദമായിട്ട് സ്വാമിജി വ്യാഖ്യാനിച്ചതാണ്. അപ്പോൾ വേദ്യം വാസ്തവമത്ര, വാസ്തവമായിട്ടുള്ള, പരമമായിട്ടുള്ള, വാസ്തവം എന്ന് പറഞ്ഞാൽ വസ്തുസ്ഥിതിയിൽ ഉണ്ടാകുന്നത്, എപ്പോഴും ഉണ്ടാകുന്നത് യഥാർത്ഥം എന്നർത്ഥം. അതെങ്ങനെയാണ്? ശിവതമാണ്, മംഗളകരമാണ്, പരമാനന്ദകരമാണ്, താപത്രയോന്മൂലനം, 3 തരം ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. അതും സ്വാമിജി വ്യാഖ്യാനിച്ചതാണ്. അതാണ് എന്ന് പറഞ്ഞു. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ. ഈ ശ്രീമദ് ഭാഗവതം എന്ന ആ ശബ്ദത്തിൽ മാത്രമാണ് ഭഗവത് ശബ്ദം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുക. അല്ലാതെ അവിടെ ഭഗവത് ശബ്ദവും കൃഷ്ണ ശബ്ദവും ഒന്നുമില്ല. അതുകൊണ്ട് ഇത് കേൾക്കുകയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവധാരണം ചെയ്യുകയും അവലോകനം ചെയ്യുകയും ചെയ്താൽ അവർക്ക് തക്ഷണാദാക്ഷണത്തിൽ തന്നെ ജ്ഞാനമുണ്ടാകും. ഹൃദ്യ അവരുദ്ധ്യത്തെ, സദ്യ ഹൃദി അവരുദ്ധ്യത്തെ. ഇതൊരു ഉദ്ദേശമാണ്. എങ്ങനെയാണ് ആ ധർമ്മത്തെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ആ സത്യത്തെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്? പരമതത്വത്തെ, പരമവാസ്തവികമായ ആ തത്വത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ പോകുന്നത്? എത്രയും പെട്ടെന്ന് കേൾവി മാത്രയിൽ തന്നെ തൻ്റെ ഹൃദയത്തിൽ പതിക്കുന്ന രീതിയിൽ, ഉറയ്ക്കുന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഭഗവാൻ വേദവ്യാസൻ ആദ്യം തന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ രചനാ കൗശലങ്ങളെല്ലാം ഈ ശ്രീമദ് ഭാഗവതത്തിൽ പ്രയോഗിക്കാൻ പോവുകയാണ്. അത് നമുക്ക് ഭാഗവതത്തിൽ നോക്കിയാൽ ഓരോ ശ്ലോകത്തിലും കാണാം. അതിമനോഹരങ്ങളാണ് ശ്ലോകങ്ങൾ, കാവ്യാത്മകങ്ങളാണ്. നമ്മുടെ ശാസ്ത്രാധ്യയനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പറയാറുണ്ട്, അവർക്ക് വേണ്ടി പറയാറുണ്ട്, വിദ്യാർത്ഥി വ്യാകരണം ഒക്കെ പഠിച്ചു മനസ്സിലാക്കി എന്നതിൻ്റെ പരീക്ഷ അത് ഭാഗവതത്തിലാണ്. ഭാഗവതേ പരീക്ഷ എന്നാണ്. ഭാഗവത ശ്ലോകങ്ങൾ എടുത്ത് വ്യാഖ്യാനിക്കാൻ സാധിച്ചാൽ അയാൾ സംസ്കൃതം പഠിച്ചു, വ്യാകരണം പഠിച്ചു, ശാസ്ത്രം പഠിച്ചു എന്ന് പറയാം. അത്രയും വ്യാകരണപരമായിട്ടും സാഹിത്യപരമായിട്ടും ഛന്ദസിൻ്റെ രീതിയിലും വ്യാഖ്യാന രീതിയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ അത്രയും മനോഹരമായിട്ട് സുന്ദരമായിട്ടാണ് ഈ ശ്ലോകങ്ങൾ വച്ചിരിക്കുന്നത്. അത് സംസ്കൃതം പഠിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു രസം മനസ്സിലാകുള്ളൂ. അതിപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. വാക്കുകളുടെ പ്രയോഗം, ആശയങ്ങളുടെ യോജന, ഇതൊക്കെ എങ്ങനെയാണ് അതൊക്കെ യോജിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണണമെങ്കിൽ സംസ്കൃതം നന്നായിട്ട് പഠിക്കണം. സാധാരണ സംസ്കൃതം പഠിച്ചാൽ മതിയാവില്ല. അങ്ങനെയുള്ള ക്രിയാപദങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. 2 അർത്ഥങ്ങൾ 3 അർത്ഥങ്ങളൊക്കെ വരുന്ന പദങ്ങൾ ഒരുപോലെ പ്രയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ സ്ഥലത്തും വേറെ വേറെ അർത്ഥങ്ങളിൽ വരും.
ഇങ്ങനെയൊക്കെയുള്ള സുന്ദരമായിട്ടുള്ള അത് ഹൃദ്യമാക്കാൻ പറ്റുന്നത്ര ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഈ ഭാഗവതം നിരന്തരം വായിച്ച് ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ കണ്ഠസ്ഥമായിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ശ്ലോകങ്ങളും കണ്ഠസ്ഥമാണ്. വലിയ വലിയ കഥാകാരന്മാരൊക്കെ നോർത്തിലുണ്ട്. അതിൽ നമ്മൾക്ക് ഏറ്റവും പരിചയമുള്ളതും അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മളെ ഗുരുജി ഒക്കെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം വൃന്ദാവനത്തിലാണ്. ഡോക്ടർ ശ്യാം സുന്ദർ പരാശർജി എന്ന് അദ്ദേഹം പറയും. ഹിന്ദിയിൽ ആണ് അദ്ദേഹം സംസാരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉത്തരകാശിയിൽ 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സപ്താഹം നടത്തിയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു രീതി ഉണ്ടല്ലോ, സപ്താഹം വായിക്കും, അതുപോലെ അതിൻ്റെ ദിവസവും കഥയും പിന്നെ അതോടൊപ്പം ഭജനയും ഒക്കെ ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം 1700ാമത് ശ്രീമദ് ഭാഗവത കഥയാണ് നടത്തിയത്. ഇപ്പോൾ അതിലും കൂടുതൽ നടത്തിയിട്ടുണ്ട്. വിദേശത്തൊക്കെ പോകാറുണ്ട്. അതായത് വർഷത്തിലെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ സപ്താഹമില്ലാതുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും ഭാഗവത സപ്താഹം ചെയ്യാൻ സാധിക്കുക. അയാളെ കാണുന്നത് തന്നെ അയാളുടെ ജീവിതവും അങ്ങനെയാണ്. ഒരു ഋഷി തുല്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ വേറെയും ആൾക്കാരുണ്ട്. പക്ഷെ വക്തൃത്വത്തിൽ വെറുതെ പറയുകയല്ല. ഭാഗവതത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഭാഗവതത്തിലെ കാര്യം ഓരോ ശ്ലോകങ്ങളെടുത്ത് അത് അദ്ദേഹം ശ്ലോകങ്ങൾ ചൊല്ലുന്നതൊക്കെ സംഗീതമയമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ അത് സെർച്ച് ചെയ്താൽ കിട്ടും. ഭാഗവത വിദ്യാലയമെന്നോ ഒന്നോ മറ്റോ പോയിട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ചാനലുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് അത്രയും സുന്ദരമായിട്ടുള്ള രീതിയിൽ പറയുക? ഇതെല്ലാം ശ്ലോകങ്ങൾ മുഴുവൻ കണ്ഠസ്ഥാണ് അദ്ദേഹത്തിന്. കാരണം ഇത്രയും കഥ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ഠസ്ഥാവുമല്ലോ. കുട്ടിക്കാലം തൊട്ട് അതല്ലെങ്കിൽ ശാസ്ത്രീയ പരീക്ഷ കഴിഞ്ഞു തൊട്ട് അദ്ദേഹം കഥ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവ്യ പുരുഷന്മാരുണ്ട്. അദ്ദേഹത്തിന് ഭാഗവതത്തിലെ ഏത് ശ്ലോകത്തിൽ എവിടുന്ന് എപ്പോൾ നമ്മൾ ചോദിച്ചാലും അത് കൃത്യമായിട്ട് അതിൻ്റെ ശ്ലോകവും ഇതും പറഞ്ഞ് അതിൻ്റെ കാരണവും പറഞ്ഞ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അദ്ദേഹമായിട്ട് പലപ്പോഴും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് കിട്ടുക ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ഞാനവിടെ പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ ആശ്രമത്തിൽ ഉത്സവത്തിൽ 3 ദിവസം നിങ്ങൾക്ക് കേൾപ്പിച്ച ആ രാസ പഞ്ചാധ്യായെക്കുറിച്ച് ഞാനൊരു പ്രഭാഷണത്തിനവിടെ പോയിരുന്നു. അപ്പോൾ അത് അത്രയും സുന്ദരമാണ്. അപ്പോൾ ഇപ്പം ഇത്രയും പരിചയമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടാൽ മനസ്സിലാവും. നമ്മൾ ഇത്രയും അഭ്യസിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് പരിചയമില്ല. അദ്ദേഹത്തിന് ഓരോ ശ്ലോകങ്ങളുടെയും പദപ്രയോഗങ്ങൾ, അത് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വ്യക്തമാണ്. അദ്ദേഹം ഓർമ്മിക്കുന്ന ഒരാളാണ്. അതിങ്ങനെ ഓരോന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. അത്ര സുന്ദരമാണ് അതിലെ രസം എന്ന് പറയുന്നത്. ഒരാൾ ജീവിതത്തിൽ മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ആലോചിച്ച് നോക്കും. ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം സ്വന്തം വീട്ടിലുണ്ടാകുന്നത് വർഷത്തിലെ ചുരുക്കിയ ദിവസങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഒരു ഉത്സവമുണ്ട്. ആ സമയത്ത് നിശ്ചിതമായിട്ട് വൃന്ദാവനത്തിലുണ്ടാകും. ആ ഒരാഴ്ചയോ 10 ദിവസമാണ് അദ്ദേഹം ഉണ്ടാവാറ് അവിടെ. ബാക്കി എപ്പോഴും യാത്രയാണ്. അതൊരു അനുഗ്രഹം തന്നെയല്ലേ? അപ്പോൾ അതുപോലെ അനുഗ്രഹം ഇത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ആശയം മനസ്സിലാക്കിയാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ നമ്മൾ ഒരു ശ്ലോകമോ ഒരു അധ്യായമോ ഒരു കഥയോ ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഭാഗവതമാകുന്ന മഹാസാഗരത്തിൻ്റെ ഒരു അംശം പോലും നമുക്ക് കിട്ടില്ല, അറിയാനേ പറ്റില്ല. പിന്നെ ഈ അധ്യായങ്ങളും സ്കന്ധങ്ങളും അധ്യായങ്ങളും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അത് തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. അതിൻ്റെ അകത്തൂടെ ഒരു സൂത്രം കടന്നു പോകുന്നുണ്ട്. ആ സൂത്രമാണ് സച്ചിദാനന്ദ ബ്രഹ്മം എന്നുള്ള ഈ സത്യത്തിൻ്റെ ചിന്തനം. അതെങ്ങനെയാകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3-ാമത്തെ ശ്ലോകമാണല്ലോ നിഗമകൽപ്പതരോർ ഗലിതം ഫലം എന്ന ശ്ലോകം. അപ്പോൾ ഇതാണ് ആരംഭമെന്നായി. ആരംഭത്തിൽ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, ഇതൊരു കഥാപുസ്തകമല്ല, ഇതൊരു വെറും ഇതിഹാസ ചരിത്രം പറയുകയല്ല, സത്യമാണ്. എന്താണോ ബ്രഹ്മസൂത്രത്തിലും ഉപനിഷത്തുക്കളിലും
ചിന്തിക്കാനായിട്ട് പറയപ്പെട്ടിട്ടുള്ളത്, വേദാന്തത്തിൽ പറയപ്പെട്ടിട്ടുള്ളത്, അത് തന്നെ സുന്ദരമായ ഭാഷയിൽ ശ്രോതാക്കൾക്ക് രസാവഹമാകുന്ന രീതിയിൽ മനോഹരമായിട്ട് ഞാൻ വർണ്ണിക്കുന്നു എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇനി ഇത് ഉപക്രമമായി, ഇതിൻ്റെ പേര് ഉപക്രമം. ഉപക്രമം എന്ന് വെച്ചാൽ തുടക്കം. ഇനി നമ്മൾ അവസാനത്തിലേക്ക് പോകാം. അപ്പോൾ ഈ കാര്യങ്ങളായിരിക്കണമല്ലോ അവസാനത്തെയും പറയേണ്ടത്. അവസാനത്തെ അധ്യായം, അതായത് 12ാമത്തെ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായമാണ് അവസാനത്തെ അധ്യായം. അതിൽ 23 ശ്ലോകങ്ങളുണ്ട് അധ്യായത്തിൽ. അതിൽ നമ്മൾ പോകുമ്പോൾ ആ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം, നമ്മൾ മംഗളാചരണത്തിലൊക്കെ പറയാറുള്ള ശ്ലോകം, യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈഹി എന്ന് പറയുന്നത് ശ്ലോകം. വേദൈ സാംഗപദക്രമോപനിഷദൈ എല്ലാം ആ ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, ആ ആത്മാവിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സ, ധ്യാനാവസ്ഥിതരായിട്ട് യോഗികൾ മനസ്സാ ആ ആത്മാവിനെ തന്നെയാണ് കാണുന്നത്, അറിയുന്നത്. അങ്ങനെയുള്ള യസ്യാം അന്തം ന വിതുഹു, അനന്തമായ ആ ആത്മാവിനെ ഞാൻ ദേവരൂപത്തിൽ, ദേവായ തസ്മൈ നമഃ, ദിവ്യ ദ്യോതസ്വരൂപമായിട്ടുള്ള, ചൈതന്യസ്വരൂപമായിട്ടുള്ള ആ ദേവനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? അത് തന്നെ ഈ തുടക്കത്തിൽ പറഞ്ഞു. അത്രയല്ല, പിന്നെയും തുടർന്ന് പറയുന്നുണ്ട്. എന്താ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സ്വരൂപം എന്ന് 2ാമത്തെ ശ്ലോകത്തിൽ അവിടെ പറഞ്ഞതുപോലെ, ശ്രീമദ് ഭാഗവതം പുരാണമലം യദ് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയത്തെ. ഇതിൽ ജ്ഞാനമല്ലാതെ വേറെ ഒന്നും പാടുന്നില്ല, വേറൊന്നും പാടപ്പെടുന്നില്ല. പാടുന്നത് ജ്ഞാനത്തെ മാത്രമാണ് പാടുന്നത്, പറയുന്നത്. പാരമഹംസ്യമായിട്ടുള്ള ജ്ഞാനം. അതെന്താ ഈ പാരമഹംസ്യ ജ്ഞാനം? അതെന്തൊരു ജ്ഞാനമാണ്? പരമഹംസരായിട്ടുള്ള, വിരക്തരായിട്ടുള്ള, വൈരാഗ്യ ശിരോമണികളായിട്ടുള്ള സന്യാസി സാധുഭാവത്തിൽ ഋഷിതുല്യരായിട്ടുള്ള, അങ്ങനെ പാരമഹംസ്യമായിട്ടുള്ളത്. പരമഹംസർ എന്ന് പറഞ്ഞാൽ ഹംസത്തിൻ്റെ ഉന്നതമായ സ്ഥിതിയെയാണ് ഉപനിഷത്തുക്കൾ പാരമഹംസ്യം എന്ന് പറയുന്നത്. വൈരാഗ്യാദി സമ്പന്നരായ ശുകദേവ ഋഷിയെപ്പോലെയും സനകാദ ഋഷിയെപ്പോലെയുമുള്ള യോഗികളാൽ അറിയുന്നത് ആ ജ്ഞാനത്തെയാണ് പറഞ്ഞത്. ഏകം അദ്വൈത ജ്ഞാനമാണത്, അമലം ശുദ്ധമായ ജ്ഞാനമാണ്. അതുകൊണ്ട് തത്ര ജ്ഞാനവിരാഗ ഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം. അതിൽ ജ്ഞാനവിരാഗ ഭക്തികളോടുകൂടി, വെറും ഭക്തിയല്ല പറഞ്ഞത്. നോക്കൂ, അതിൻ്റെ വിശേഷണങ്ങൾ നോക്കൂ. ആ വിശേഷണമുള്ള ഭക്തിയായിരിക്കണം. എന്താണ് ആ ഭക്തി? വിരാഗത്തോടു കൂടിയ ഭക്തി, വൈരാഗ്യത്തോടു കൂടിയ ഭക്തി, രാഗദ്വേഷങ്ങളില്ലാത്ത ഭക്തി. ഇപ്പോൾ ഭക്തിയിൽ തന്നെ പല പല ഭേദങ്ങളുണ്ട്. ജ്ഞാനം ആ വിരാഗത്തിന് ആവശ്യമാണ്. വിവേകമില്ലാത്തൊരാളിന് വിരാഗമുണ്ടാവില്ല. വിവേക വൈരാഗ്യങ്ങൾ 2 ചിറകുകളാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അവിടെ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ മഹാത്മ്യത്തിലും പറഞ്ഞുവല്ലോ, വൈരാഗ്യവും ജ്ഞാനവും. അപ്പം ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ, അതോടുകൂടിയ ഭക്തി, അങ്ങനെയുള്ള ഭക്തിയെ മുൻനിർത്തി അതിലൂടെ പോകുമ്പോൾ നൈഷ്കർമ്മ്യമാവിഷ്കൃതം, നിഷ്കർമ്മഭാവത്തെ, നിഷ്കാമ കർമ്മയോഗത്തെ, നിഷ്കർമ്മസ്ഥിതിയെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. കർമ്മം ചെയ്യാനല്ല പറയുന്നത്, എന്നാൽ കർമ്മത്തിൻ്റെ ഫലം ആഗ്രഹിക്കാതെ കർമ്മത്തെ യോഗമായിട്ട്, നൈഷ്കർമ്മ്യമായിട്ട് ആചരിക്കുന്നു. കർമ്മണ്യകർമ്മയത് പശ്യേത് അകർമ്മണിച്ച കർമ്മയഃ എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിൽ 4ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പ്രകാരം കർമ്മമനുഷ്ഠിക്കുന്ന നൈഷ്കർമ്മ്യസ്ഥിതി. അല്ലെങ്കിൽ നമുക്ക് പറയാം, സ്വരൂപത്തിൽ, നമ്മുടെയൊക്കെ സ്വരൂപത്തിൽ, സച്ചിദാനന്ദ സ്വരൂപത്തിൽ കർമ്മമേ ഇല്ല. അങ്ങനെ കർമ്മമേ ഇല്ലാത്ത ആ സ്ഥിതിയെയാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്ന് തുടർന്നുള്ള ആ അധ്യായത്തിലെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്.
സത്യം പരം ധീമഹി എന്ന് 19ാമത്തെ ശ്ലോകത്തിൽ അന്തിമ അധ്യായത്തിലും പറയുന്നു. തച്ഛുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരം ധീമഹി. അപ്പോൾ നോക്കൂ, 1ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെ, ആ വാക്കുകൾ തന്നെ അല്ലെങ്കിൽ ആ അർത്ഥങ്ങൾ തന്നെ അങ്ങനെ തന്നെ അവസാനത്തെ അധ്യായത്തിലും ആവർത്തിച്ചിരിക്കും. ഇതിനെയാണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി ചെയ്താൽ സംശയം ഉണ്ടാവില്ല. അറിവ് സംബന്ധമായിട്ടോ വിഷയസംബന്ധമായിട്ടോ എന്താണ് പറയുന്നതെന്ന് സംശയം ഉണ്ടാവില്ല. പിന്നെ വാലും തുമ്പും ഇല്ലാതൊക്കെ അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ സംശയമേ ഉണ്ടാവൂ. അപ്പോൾ ഈ സിസ്റ്റം നമ്മളുണ്ടാക്കിയിരിക്കുന്നതല്ലല്ലോ, ഭാഗവതത്തിൽ തന്നെ പറയുന്ന സിസ്റ്റമാണ്. അതിൽ തന്നെ ഇത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ആദ്യ അധ്യായം പഠിച്ച് 1ാമത്തെ ശ്ലോകം മുതൽ പഠിച്ച് ചിന്തിച്ച് അവസാനത്തെ അധ്യായം വരെ വായിച്ചാൽ മാത്രമേ അയാൾക്ക് ഈ ബോധം ഉണ്ടാവുള്ളൂ. എന്താ, ആദ്യം പറഞ്ഞത് തന്നെയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്, കൺക്ലൂഷനും അത് തന്നെയാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാതെ ആദ്യ ശ്ലോകം മാത്രം വായിച്ച് ഇടയ്ക്ക് ഭഗവാന്റെ ലീലകളും കഥകളും ഒക്കെ വായിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗ്രന്ഥം അടച്ചു വച്ചാൽ അയാൾക്കൊരിക്കലും അതിൻ്റെ സാരഗ്രാഹിത്വം ഉണ്ടായില്ല. അങ്ങനെ ആ പറഞ്ഞ വഴിക്ക് നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യൈദം കൃപയാ കസ്മൈ വ്യാചചക്ഷേ മുമുക്ഷവേ. അവിടെ മുമുക്ഷു ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. മോക്ഷം ഇച്ഛിക്കുന്നതായിട്ടുള്ള കസ്മൈ, കസ്മൈ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് ഉപദേശിച്ചു ആദ്യകാലത്ത്. അതുകൊണ്ടാണല്ലോ ബ്രഹ്മാവിൻ്റെ ശ്ലോക ഭാഗവതം വന്നത്. അപ്പം അങ്ങനെ ഉപദേശിച്ചതായിട്ടുള്ള ആ ഗ്രന്ഥമാണ് ഇവിടെ വിസ്തരിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ യോഗീന്ദ്രായ നമസ്തുഭ്യം എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുകയും അന്തിമ ശ്ലോകത്തിലെ നാമസങ്കീർത്തനത്തെ സ്തുതിച്ചുകൊണ്ട് സർവപാപ പ്രണാശനമായി പറഞ്ഞുകൊണ്ട് ദുഃഖാന്തത്തെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നു. ദുഃഖശമനമുണ്ടാകുമെന്ന് പറഞ്ഞു. കാരണം ദുഃഖശമനമാണ് എല്ലാവരുടെയും ഉദ്ദേശം. 2ാമത്തെ ശ്ലോകത്തിൽ 2ാമത്തെ വഴിയിൽ എന്താ പറഞ്ഞ, താപത്രയോന്മൂലനം. ഞാനിത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് ചോദിച്ചാൽ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. അല്ലാതെ ഇത്രയായിരം ശ്ലോകങ്ങൾ എഴുതിയിട്ട് ആദ്യം എന്താ പറഞ്ഞതെന്ന് അവസാനം ബോധമില്ലാത്ത രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ താപത്രയോന്മൂലനമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തെ ഈ രീതിയിൽ ചിന്തിച്ച് അവസാനം കൊണ്ടെത്തിച്ചാൽ അവിടെ ദുഃഖശമനമുണ്ടാകും. ഭഗവത് ലീലകളെയും മറ്റും സ്മരിക്കുന്നത് കൊണ്ട് നാമസ്മരണവും നമുക്കുണ്ടാകും. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള നാമസ്മരണം, ഹരിവന്ദനം, ഹരിപൂജനമൊക്കെ യഥാർത്ഥമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ഇതാണ് ഉപക്രമ ഉപസംഹാരങ്ങൾ. ഇനി ഇതുപോലെ അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറയുക. അത് നമ്മൾ ഓരോ ശ്ലോകങ്ങൾ നോക്കേണ്ടതാണ്. അതിപ്പോൾ ഓരോ അധ്യായങ്ങൾ നോക്കണം. ഈ വിഷയം എവിടെയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. എല്ലാ സ്കന്ധങ്ങളിലും എല്ലാ അധ്യായങ്ങളിലും അതിൻ്റെ ഒരു സൂചനയുള്ള പദം നമുക്ക് ലഭിക്കും. ഇക്കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട്. ആവർത്തിക്കുന്നതോടൊപ്പം ആവർത്തിക്കുന്ന രീതിയിൽ ഒരേ പദം തന്നെ ആവർത്തിക്കില്ലല്ലോ. ഒരേ പദം തന്നെ ആവർത്തിച്ചാൽ പിന്നെ ഭാഗവതം മുഴുവൻ ഒരു പദമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വരും. അങ്ങനെ പറ്റില്ല. അപ്പം അതിനോടൊപ്പം കുറേ കാര്യങ്ങൾ കൂടി ചേർക്കും. നേരത്തെ പറഞ്ഞതുപോലെ അഭ്യാസം, അപൂർവത. ഭാഗവതത്തിൻ്റെ അപൂർവത എന്താണ്? ഭാഗവതത്തിൻ്റെ സ്പെഷ്യാലിറ്റി, ദ സ്പെഷ്യൽ ക്വാളിറ്റി ഓഫ് ഭാഗവതം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ്, ഭാഗവതത്തിൽ സാകാരവും നിരാകാരവും ആയിട്ടുള്ള പരബ്രഹ്മത്തെ അത്യന്തം വിശദമായിട്ട് സുഗമമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നു. സാകാരത്തിലൂടെയും നിരാകാരത്തിലൂടെയും പ്രാപിക്കേണ്ട ഫലത്തെ ഭഗവാന്റെ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവചരിത്രമായിട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, കഥാരൂപത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നു. അതാണ് ഭാഗവതത്തിൻ്റേതായിട്ടുള്ള സവിശേഷത. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ തന്നെ സ്വരൂപമെന്ന് പറയാൻ കാരണം.
ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, സച്ചിദാനന്ദ സ്വരൂപത്തെ തന്നെയാണ് ഇതിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപാദാന കാരണ ദൃഷ്ടിയിൽ നോക്കിയാൽ, മെറ്റീരിയൽ കോസിൽ നോക്കിയാലും ഇത് സച്ചിദാനന്ദ സ്വരൂപമാണ്. ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ നോക്കിയാലും സച്ചിദാനന്ദ സ്വരൂപമാണ്. ഭക്തിയുടെ രൂപത്തിൽ നോക്കിയാലും ഇതിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ആ ഭഗവത് ലീലകളാണ്. ഭക്തിയെ ഉണർത്തുന്ന, ഭക്തിയെ നിലനിർത്തുന്ന ചിന്താ പദ്ധതിയാണ് ഇതിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അഭ്യാസം, അപൂർവത, ഫലത്തെക്കുറിച്ച് പറയാം. ഫലം തന്നെയാണ് ഇപ്പോൾ അവസാനം പറഞ്ഞത്. ആദ്യവും പറഞ്ഞത് ഫലമാണ്. ഫലത്തെക്കുറിച്ച് എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഫലത്തെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഫലമില്ലാതെ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് എത്രയൊക്കെ നമ്മൾ നിഷ്കാമം എന്നൊക്കെ പറഞ്ഞാലും ഫലമില്ലാതെ കാര്യം ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്, അല്ലേ? വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു അപ്രിസിയേഷനെങ്കിലും കിട്ടണം, സ്തുതി. എല്ലാവരും നിഷ്കാമകർമ്മം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിഷ്കാമകർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്യും. എല്ലാവരെയൊക്കെ വിളിച്ച് കാണിക്കും, ഞാൻ ഇങ്ങനെ ഒരു നിഷ്കാമകർമ്മം അനുഷ്ഠിച്ചു, നിങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും. അതെന്തിനാ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിഷ്കാമകർമ്മമാണേ ചെയ്തത്. പക്ഷെ എല്ലാവരും കാണണം, കണ്ടാൽ മാത്രം പോരാ. പിന്നെയോ അത് നന്നായിട്ടുണ്ട്, ഓ നിങ്ങളെ മാതിരി ഒരു നിഷ്കാമ സേവി ഇവിടെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു കർമ്മയോഗിയെ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ നല്ല കർമ്മയോഗിയാണ് എന്ന് മൈക്കിലൂടെയൊക്കെ ഇങ്ങനെ വലിയ വലിയ സഭകളിൽ, ഇവിടെ സത്രമൊക്കെ നടക്കുന്ന സമയം പോലുള്ള സഭകളിലൊക്കെ അങ്ങനെ വിളിച്ച് ഘോഷിക്കണം, അറിയിക്കണം. അപ്പോൾ അയാൾക്കൊരു ഉറപ്പ് വരും, ഞാൻ നിഷ്കാമ സേവ ചെയ്തു എന്ന്. അപ്രിസിയേഷൻ, സ്തുതി, ഇതിടയ്ക്കിടയ്ക്ക് നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതിന് ഫലം വേണം. വേറൊന്നും ആഗ്രഹിക്കുന്നില്ല, ധനം ആഗ്രഹിക്കുന്നില്ല, മറ്റ് പദവികളൊക്കെ വിടാൻ തയ്യാറാണ്, മറ്റതെല്ലാം വിടാൻ തയ്യാറാണ്. പക്ഷെ അവസാനം ഈ അപ്രിഷിയേഷൻ എന്ന് പറയുന്നത്, അഭിനന്ദനം, അഭിനന്ദനം എന്നൊക്കെ പറയുന്നത് ത്യജിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. നന്നായിട്ടുണ്ട് എന്ന് പറയാതെ എങ്ങനെയാ ശരിയാവുക? നേരെ മറിച്ച് നിന്ദയാണ് പറയുന്നതെന്ന് വെച്ചാൽ, എന്ത് പണിയാണ് നിങ്ങൾ ഈ ചെയ്തത്, അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഷ്കാമവും പോയി, കർമ്മവും പോയി, എല്ലാം പോയി. ആരാണോ അങ്ങനെ പറഞ്ഞത് അയാൾ നമ്മുടെ ശത്രുവാണ്, ഇയാൾ എനിക്ക് പാരയാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അത് ആരോ ആവട്ടെ, എന്നെ അംഗീകരിച്ചില്ല, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സ്തുതിയെയോ നിന്ദയോ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ സ്തുതിയോ നിന്ദയോ കേൾക്കുമ്പോൾ മനസ്സിൽ ഭാവവ്യത്യാസം ഉണ്ടാകുന്നുവെങ്കിൽ അത് നിഷ്കാമമാണോ? അല്ല. ഭഗവാൻ നിഷ്കാമ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. തുല്യനിന്ദാ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏന കേനചിത് സമോ ശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോ. പക്ഷെ നമുക്കത് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നൊന്നും നിഷ്കാമമല്ല. വെറുതെ നിഷ്കാമം എന്ന് പറയുന്നത് പൈസ വാങ്ങാതെ ചെയ്യുന്നു, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത് വാസ്തവത്തിൽ നിഷ്കാമമാകുന്നുവെങ്കിൽ ആരെങ്കിലും സ്തുതിച്ചാലും ഒരു വ്യത്യാസവും തോന്നില്ല. ഓക്കെ, സ്തുതിച്ചുവെങ്കിൽ നല്ലത്. നിന്ദിച്ചാലും ഒന്നും തോന്നില്ല. കർത്തവ്യമിത്യേവ യത്കർമ്മ, ഞാൻ ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്തത്, എന്നാൽ സാധിക്കുന്ന പോലെ ഞാൻ വേണ്ട വിധത്തിൽ ചെയ്തു എന്ന് പറയും. പക്ഷെ എങ്കിലും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിഷ്കാമ കർമ്മമൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, മറ്റുള്ളവർ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ സ്വയം സ്തുതി ആഗ്രഹിച്ചില്ലെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ എപ്പോഴും സ്തുതിക്കണം, അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പം എല്ലാം സമമായിരിക്കണം എന്നതുകൊണ്ട് അപ്രിഷ്യേഷൻ ഇല്ലാണ്ടാവരുത്. അഭിനന്ദനം, അപ്രിഷ്യേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ചെയ്ത് ഒരു അപ്രിഷ്യേഷൻ കിട്ടിയാൽ വളരെ പരിശ്രമിച്ചായിരിക്കും കാര്യം ചെയ്തത്.
പക്ഷെ ഒരു വാക്കിലൊരു അപ്രിഷിയേഷൻ കിട്ടുമ്പോൾ അതോടുകൂടി അതുവരെ ചെയ്ത എല്ലാ ക്ഷീണവും മാറും. ഇല്ലേ? എല്ലാവരും നിങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ എത്ര വലിയൊരു ആശ്ചര്യമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് നോക്കുക. അത് വെറും വാക്കുകൾ മാത്രമാണ് പ്രയോഗിച്ചത്. അതങ്ങനെയുള്ള മഹത് വ്യക്തികൾ, നല്ല വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ മിത്രങ്ങൾ, നമ്മളെ ബന്ധുക്കൾ, ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവ്, ഭർത്താവിനാണെങ്കിൽ ഭാര്യ, മക്കൾക്കാണെങ്കിൽ അച്ഛനമ്മമാർ. അപ്പോൾ ഇവരൊക്കെ ഒരു വാക്ക് അപ്രിഷിയേഷനായിട്ട് പറഞ്ഞാൽ അതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ക്ഷീണവും ഞൊടിയിടയിൽ മാറുന്നു. അപ്പോൾ ഇത് എന്തൊരു വലിയ ഹീലിംഗ് ആണെന്നോ. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇത് ചിന്തിക്കണം. കാരണം എന്താണ്? നമ്മുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം മറ്റുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യില്ല. അപ്രിഷിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു 10 തവണ പറയണം, അല്ലേ? വീണ്ടും വീണ്ടും ചോദിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നുകയാണ് ഇയാൾ അപ്രിഷിയേഷൻ ആഗ്രഹിക്കുന്നു, ഇയാൾ അപ്രിഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. അതും കൂടെ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത്. ഫ്രീ ആയിട്ടുള്ള അപ്രിഷിയേഷൻ നമ്മൾ ചെയ്യില്ല. ഇയാൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഇല്ല എന്ന് തോന്നിയാൽ അപ്രിഷിയേഷൻ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. പക്ഷേ ഇയാൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ചില ഗുണങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, ഭാവിയിൽ ഇയാളെ കൊണ്ട് എനിക്ക് ഉപയോഗമുണ്ട് എന്ന് തോന്നിയാൽ അയാൾ ചെയ്തത് നല്ലതായാലും ചീത്തയായാലും ഉടനടി അപ്രിഷിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ അപ്രിഷിയേഷൻ ഉപയോഗിക്കുന്നത്, അഭിനന്ദനം ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ വലിയ നമ്മുടെ ഗുരുക്കന്മാർ പറയും അതിലൊരു ശാസ്ത്രീയതയുണ്ട്, ഒരു മനഃശാസ്ത്രമുണ്ട്. ഈ സ്തുതി ചെയ്യുന്നത് കൊണ്ട് നല്ല കാര്യത്തെ സ്തുതിക്കണം എന്ന് യോഗസൂത്രത്തിലും പറയുന്നുണ്ട്. സത്കർമ്മങ്ങൾ ചെയ്യുന്നവരെ സ്തുതിക്കുന്നത് നിങ്ങളുടെ സാധനയ്ക്ക് നല്ലതാണെന്ന്. അതാണ് അതിലും വലിയ രസം. ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ സ്തുതിക്കുന്നത് നിഷ്കാമമായിട്ട്, അവരെനിക്ക് പിന്നെ എന്തെങ്കിലും തരുമെന്നുള്ള ചിന്തയിലല്ല, സാമാന്യമായിട്ട് നല്ലത് കണ്ടു സ്തുതിക്കുക. അങ്ങനെ സ്തുതിക്കുന്നത് സാധനയ്ക്ക് അനുകൂലമാണെന്ന് യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. അതിന് എങ്ങനെ അനുകൂലമാവുക എന്ന് നോക്കിയാൽ, സ്തുതിക്കുന്ന സമയത്ത് ആരെയാണോ നമ്മൾ സ്തുതിക്കുന്നത് ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഭാവത്തിൽ നമ്മുടെ അഹങ്കാരം കുറയും. നമ്മുടെ ഉള്ളിലൊരു വിനയഭാവം, സൗഹാർദ്ദഭാവം, പരസ്പര സമത്വഭാവം അതൊക്കെ ഉണ്ടാകും. ഇല്ലേ? ഒന്ന് ചിന്തിച്ചാലേ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടാവും, കൃത്യമായിട്ടും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ താങ്കൾ ചെയ്തത് നന്നായി എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ മൂഢമായിട്ടുള്ള അഹങ്കാരം അടിഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ടാണ്. ഇനി അങ്ങനെ നമുക്ക് അടുത്ത് വേണ്ടവരെ ഒരു 10 തവണ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ അവരുമായിട്ട് വിരോധം വരാനും വഴക്കിടാനും തല്ലിപ്പിഴിയാനും ഒക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാവി അതാണ്. അതായത് എപ്പോഴാണ് നമുക്ക് അപ്രീഷിയേഷൻ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ അവരുടെ പക്ഷത്തു നിന്ന് അവരുമായിട്ട് ചിന്തിക്കുമ്പോൾ, ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ സംഗതിയുമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കൊരു അടുപ്പക്കുറവുണ്ട്. ഇതൊരു മനഃശാസ്ത്രമാണ്. അപ്പോൾ ഒരാളുടെ അപ്രിഷിയേഷൻ വാക്ക് കേട്ടാൽ അയാളുടെ ആ വിഷയസംബന്ധമായിട്ടുള്ള അടുപ്പം നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടും അങ്ങനെ മനസ്സിലാകും. അപ്പം ഈ അപ്രിഷിയേഷൻ എന്ന് പറയുന്നത്, അഭിനന്ദനം, സ്തുതി, നിന്ദ എന്നൊക്കെ പറയുന്നത് നിഷ്കാമത്തോട് യോജിപ്പിക്കുമ്പോൾ നിഷ്കാമകർമ്മം ചെയ്യുന്ന ഒരാളിന് ഇതൊന്നും പാടില്ല എന്നുണ്ട്. പക്ഷേ ഈ സ്തുതിയിൽ നിന്ന് ഒരു വലിയ തത്വം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്തുതിയും ആനന്ദവും ആത്മാവിൻ്റെ സ്വരൂപമാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്തുതി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ
പണി ചെയ്ത ക്ഷീണം മാറുന്നതിന് കാരണം ഈ സ്തുതിയിൽ അങ്ങനെ ഒരു ഇന്ദ്രജാലമുണ്ട്. അത് നമ്മുടെ മനസ്സിനെ ആ തത്വവുമായിട്ട് യോജിപ്പിക്കുന്നുണ്ട്. ശുദ്ധമായ മനസ്സാണെങ്കിൽ, ഒരാൾ സാത്വികനായ ഒരാളാണെങ്കിൽ ശുദ്ധമായൊരു മനസ്സോടുകൂടി തുറന്ന വായ കൊണ്ട് നല്ല രീതിയിൽ സ്തുതിച്ചാൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഭാവവും രൂപവും ഒക്കെ മാറും. രോഗിയാണെങ്കിൽ നിരോഗി പോലും ആകുമെന്ന, രോഗമില്ലാതാകും. അങ്ങനെ ശക്തി ആർജിക്കാൻ സാധിക്കും. അത്ര ശക്തി ഈ വാക്കിനുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇനി കഴിയുന്നപ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ എവിടെ കണ്ടാലും, അപ്പോൾ നിങ്ങൾ പറയും നല്ല കാര്യങ്ങൾ കണ്ടില്ലെങ്കിലോ, എല്ലാം ചീത്ത കാര്യങ്ങളാണല്ലോ കാണുക, എങ്കിലെന്താ ചെയ്യുക? അങ്ങനെയില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ കള്ളം പറയുകയാണ്, അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. എന്താ നമ്മളെ സുഭാഷിതം പറയുന്ന? അയോഗ്യ പുരുഷോ നാസ്തി എന്ന്. അയോഗ്യനായിട്ടുള്ള ഒരു യോഗ്യതയും ഒരു ഗുണവും ഇല്ലാത്ത ഒരു മനുഷ്യനെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനെ അല്ല, ഒരു ജീവിയെയും ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല, ഒരു ചെടിയെയും ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരിലും യോഗ്യതയുണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സാധനയെ സംബന്ധിച്ചിടത്തോളം. ഇത് മാത്രം നിങ്ങൾ അനുഷ്ഠിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം കിട്ടും, ഗ്യാരണ്ടിയാണ്. അനുഷ്ഠിച്ച് നോക്കൂ. അത്രയും സുഗമമായിട്ടുള്ളൊരു സാധനയാണ്. അപ്പം നമ്മൾ പറയണത് എന്താണ്? അയാൾ യോഗ്യനേ അല്ല, അയാൾക്ക് യാതൊരു യോഗ്യതയില്ല. എന്താ സ്തുതിക്കുക? അയാൾ എല്ലാ പ്രശ്നമാണ് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ പലപ്പോഴും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കിടുമ്പോൾ ഇതാണല്ലോ സാധാരണ നമുക്ക് കേൾക്കാൻ കഴിയുക. അവർ പറയുന്നത്, ഭാര്യയുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഭർത്താവിനെ പോലെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇല്ല എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇയാൾ ജനിച്ചത്? ഭർത്താവിനോട് സംസാരിച്ചാൽ ഭാര്യയെ പോലെ ശരിയല്ലാത്തൊരു സ്ത്രീ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും. അത്രയും ഗംഭീരമായിട്ടാണ് അവർ പറയുക. പക്ഷേ ഇതിലൊരു രഹസ്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുമ്പോൾ 2 വർഷം നിന്ന് കേട്ട് ചിരിക്കും. എന്താ പറയുക? ഫാമിലി പ്രശ്നമാണ്, നമ്മൾ ഇടപെടാറില്ല. പക്ഷേ നമ്മൾ ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ വാസ്തവത്തിൽ ഇവർ 2 പേരും ഉണ്ടല്ലോ, ഇവർ 2 പേരും പരസ്പരം പൂർവകൃത കർമ്മങ്ങളുടെ ഫലം അടിച്ചു തീർക്കുകയാണ്. അതായത് കർമ്മഫല സംബന്ധമാണല്ലോ നമ്മുടെ ഇതെല്ലാത്തിനും കാരണം. ഇത് നിങ്ങൾക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. സത്യം അതാണ്. എന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2 പ്രത്യേക വീടുകളിലുള്ള ഒരു പുരുഷനും സ്ത്രീയും 2 പേര് യോജിപ്പിക്കുന്നു, അവർ ഒരുമിച്ച് താമസിപ്പിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ വിവാഹാലോചന നടത്തുന്നു. പ്രക്രിയയൊക്കെ പറഞ്ഞുവല്ലോ നേരത്തെ. അങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കുന്നു. പക്ഷേ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരുടെ 2 പേരുടെയും പൂർവകൃത കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പിൽ ചിലതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചിലവർ നല്ല സ്നേഹത്തോടു കൂടിയായിരിക്കും 10, 60, 70 വർഷമൊക്കെ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പോഴും കൂടുതൽ കാണുന്നത് പ്രശ്നങ്ങളോട് കൂടിയാണ് ജീവിക്കുന്നവരായിട്ടാണ്. അതിന് കാരണം, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവണമെങ്കിൽ നേരത്തെ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവാൻ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ദുഃഖം ഉണ്ടാവണമെങ്കിൽ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ തവണ അയാളെ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു, പീഡിപ്പിച്ചിരുന്നു. അപ്പോൾ അയാൾ വന്നിപ്പോൾ പരിഹാരം ചെയ്യുകയാണ്. അന്ന് നിങ്ങൾ ഭാര്യ ആയിരുന്നിരിക്കാം, ഇന്ന് നിങ്ങൾ ഭർത്താവാണെങ്കിൽ ഇന്ന് ഭർത്താവാണെങ്കിൽ നാളെ ഭാര്യ ആയിരുന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഉള്ളതാണെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, എൻ്റെ കെട്ടുകഥയൊന്നുമല്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഏത് കർമ്മമാണ് ഏത് ദുഃഖത്തിന് എവിടെ കൊണ്ട് യോജിപ്പിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഗരുഡ പുരാണം വായിക്കാം. പിന്നെ വേറൊരു പുസ്തകമുണ്ട്, അതിൻ്റെ പേര്, ഗരുഡ പുരാണത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുത്രനും പുത്രിയൊക്കെ ഉണ്ടാകുന്നു, ചില പുത്രന്മാരുണ്ടാകുന്നു, ഒരു ഗുണവുമില്ല. പുത്രനുണ്ടായിട്ട് ഒരു ഗുണമില്ല. ഇപ്പോൾ നമ്മളൊക്കെ പുത്രന്മാരായിട്ടുണ്ടവരായിരുന്നല്ലോ. അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു ഗുണം ഉണ്ടായില്ല. അത് എന്തായാലും കുറച്ച് കാലമൊക്കെ അവിടെ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ അവരുടെ ചിലവാക്കിയിട്ട് നാട് വിട്ടു, ഒരു ബന്ധമില്ല. അപ്പോൾ അവരിപ്പോൾ തിരഞ്ഞു കിടക്കുകയാണ് ഇദ്ദേഹം എവിടെ പോയതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള പുത്രന്മാരുണ്ടാവും, അത് അവരുടെ കർമ്മം തന്നെയാണ്. ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക? അതുപോലെ പുത്രന്മാരുണ്ടാകുന്നതും സഹോദരന്മാരുണ്ടാകുന്നതും ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകുന്നതും ഒക്കെ
ഈ പരസ്പര കർമ്മങ്ങൾ തമ്മിലുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് ദുഃഖം നമുക്ക് അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ സഹിക്കുക. എന്താണ് ഇത്, നേരത്തെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രതിവിധിയാണെന്ന് പറഞ്ഞ് സഹിച്ചാൽ അത് ഏറ്റവും നല്ലത്. അത് തപസ്സാകും. അല്ലാതെ അതിന് ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്ന് ഇപ്പോഴും വീണ്ടും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരേണ്ടി വരും. അത് ഉറപ്പാണ്. അതിന് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. അതിന് എങ്ങനെയൊക്കെ ചെയ്താലും, ഇനി ഡൈവോഴ്സ് ചെയ്തപ്പോൾ എല്ലാവരും ചെയ്യണം എന്താണ്, പെട്ടെന്ന് പോയിട്ട് അങ്ങ് ഡൈവോഴ്സ് ചെയ്യും. ഒരു കാര്യമില്ല. കാരണം ഡൈവോഴ്സ് ചെയ്താലും ഇനിയും പിന്നെ ജന്മം എടുക്കണമല്ലോ. ജന്മം എടുക്കുമ്പോൾ ഇയാൾ തന്നെ വേറൊരു രൂപമായിട്ട് വീണ്ടും വരും. അതുകൊണ്ട് കൂടെ അതിൽ ചെയ്യാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചിന്തിച്ച്, കാരണം കർമ്മത്തിന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഫലം വേണ്ടാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടൊന്നും ചിത്രഗുപ്തനൊന്നും സ്വീകരിക്കില്ല. ബാങ്കിൽ വേണമെങ്കിൽ എഴുതി കൊടുക്കാം, എൻ്റെ ഡിപ്പോസിറ്റ് വേണ്ട, നിങ്ങൾ തിരിച്ചെടുത്തോളൂ എന്ന്. പക്ഷേ ഇവിടെ അത് എഴുതി കൊടുക്കാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കണക്ക് 100% പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ വേണ്ടെങ്കിൽ ഓക്കെ, അടുത്തതിലേക്ക് അപ്പം തന്നെ എഴുതി അടുത്ത ചീട്ടിടും. അടുത്ത ഇവിടെ പോയിട്ട് ജനിച്ചു എന്ന് പറയും. അപ്പോൾ അവിടെ പോയിട്ട് ജനിക്കുമ്പോൾ അവിടെ ഇതുപോലെ ഇയാൾ വേറൊരു രീതിയിൽ വരും. അപ്പം അതുകൊണ്ട് ആ കർമ്മങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഇത് സത്യമാണ്, അല്ലാതെ ഒരു പെട്ടെന്ന് ആകസ്മികമായിട്ടുണ്ടാവണമെന്നല്ല. ഇതൊക്കെ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഭഗവാൻ യോജിപ്പിക്കുന്നതെന്ന് അറിയാം. ഭഗവാന്റെ ഈ പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എവിടെയെങ്കിലും ഏതെങ്കിലും ദിക്കിൽ ജനിച്ച ഒരു കുട്ടി, ഏതെങ്കിലും ദിക്കിൽ ജനിച്ച ഒരു പുരുഷൻ, ഇവരെ തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ, ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ കണക്ഷൻ ഉണ്ടെന്നൊരു സൗകര്യം ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്. പക്ഷേ എന്നാലും യോജിപ്പിക്കണമല്ലോ. അവരുടെ മനസ്സ് തമ്മിൽ യോജിപ്പിക്കുക, പരസ്പരം ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അങ്ങനെ ചെയ്ത് ഒരുമിപ്പിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് കർമ്മം അനുഭവിക്കാനുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് കർമ്മം അനുഭവിച്ചോളൂ. നേരത്തെ ഞാനൊരു സപ്തപതിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ പറയുന്നത് രണ്ടാമത്തെ പറയുന്നതൊക്കെ ഇതാ. എന്താ, നമ്മൾ രണ്ടുപേരും നമ്മുടെ കർമ്മങ്ങൾ ഒരുമിച്ച് അനുഭവിക്കും, ഒരുമിച്ച് പുതിയ കർമ്മങ്ങൾ ചെയ്യും, എന്നിട്ട് ഒരുമിച്ച് നമ്മൾ അത് അനുഭവിക്കും എന്നാ പറയണത്. അങ്ങനെയാണ് അതിലുള്ള മന്ത്രം, പ്രാർത്ഥന. അപ്പം ഈ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള ക്രമമാണ്. ഹിന്ദു ധർമ്മത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ചില നിയമങ്ങളിൽ ഒരു നിയമമാണ് പുനർജന്മം എന്ന് പറയുന്നത്. പുനർജന്മം ഹിന്ദു ധർമ്മത്തിൻ്റെ സവിശേഷതയാണ്. മറ്റു ധർമ്മങ്ങളും ചിലതൊക്കെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പറയുന്ന ആ ഒരു പെർഫെക്ഷനോടുകൂടി അംഗീകരിക്കുന്നില്ല. അവസാനം പോയിട്ട് മോക്ഷമുണ്ടാകുന്നത് വരെ ഈ കർമ്മത്തിൻ്റെ ഗതി ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ആകെ കൂടെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണോ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അതൊക്കെ അനുഭവിക്കുക, അവിടെ ഭഗവാനെ സ്തുതിക്കുക. അതുപോലെ ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ, നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിനെ സ്തുതിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരില്ല എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാണ്. കാരണം ഭഗവാൻ അങ്ങനെ നല്ല കാര്യമില്ലാത്ത, നല്ലൊരു ഗുണമില്ലാത്ത ഒരു വ്യക്തിയെയും ഒരു വസ്തുവിനെയും സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ ഭഗവാൻ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ അത് വലിയ അന്യായമായേനെ. ചിലവരൊക്കെ നല്ല നല്ല ഗുണങ്ങളോടുകൂടി സൃഷ്ടിച്ചു, ചിലവർക്ക് ഒരു ഗുണവും കൊടുത്തില്ല. അത് തെറ്റല്ലേ? അങ്ങനെയല്ല. ഏറ്റക്കുറച്ചിലുകളുണ്ടാവും, പക്ഷേ ഗുണമുണ്ടാകും. ആ വ്യക്തിയിലെ ആ ഗുണം നമുക്ക് കാണാൻ സാധിക്കാത്തത് അതാരുടെ ദോഷമാണ്? നമ്മുടെ ദോഷം. അപ്പം നിങ്ങൾ ഇതൊക്കെ പഠിച്ച് നല്ല ബുദ്ധിയുള്ളവരായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ശാസ്ത്രത്തിൽ പറയുന്നത് തൻ്റെ ദോഷമാണ് എന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അയാൾ മോക്ഷമാർഗത്തിലേക്ക് ആദ്യത്തെ പടി കടന്നു എന്നാണ്. ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ് എന്ന് അറിയാൻ കഴിഞ്ഞാൽ, സ്വദോഷ ദർശനം, എൻ്റെ ദോഷങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അപ്പം തന്നെ സാധന മാർഗത്തിൽ മുന്നിലേക്ക് പോയി. ഇതില്ലാതെ ജീവിതം മുഴുവൻ സാധന ചെയ്ത് സഹസ്രനാമം ചൊല്ലി പിന്നെ നാമം ചൊല്ലി എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും ഇത് തിരിച്ചറിയാത്തിടത്തോളം കാലം മുന്നിലേക്കുള്ള വഴിയില്ല. അപ്പം അതാണ് സത്യം. അപ്പോൾ മറ്റ് വ്യക്തികളിൽ ദോഷം നമുക്ക് കാണാൻ സാധിക്കുന്നു, ഗുണം കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരാകട്ടെ, എത്ര അടുത്ത ആളാവട്ടെ, എത്ര ശത്രു ആവട്ടെ, ആരാകട്ടെ, ശത്രുവിൽ പോലും ഗുണമുണ്ടാവും. ആ ഗുണം കാണാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. നമുക്ക് ആ യോഗ്യതയില്ല, ആ ദൃഷ്ടിയില്ല എന്നർത്ഥം. അപ്പം അങ്ങനെ ആ ഗുണം കണ്ട്, ആ ഒരു ചെറിയ ഗുണമാണെങ്കിലും പരഗുണ പരമാണൂൻ പർവതീകൃത്യ നിത്യം നിജഹൃതി വിഹസന്തോ സന്തഃസന്തി
കിയന്തഃ എന്നൊരു സുഭാഷിതം പറയുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ്? പരഗുണ പരമാണൂൻ, മറ്റുള്ളവരിലുള്ള ചെറിയ ഗുണം, പരമാണു പോലുള്ള, ആറ്റം പോലുള്ള ചെറിയ ഗുണം, കാണാനും അറിയാനൊന്നും പറ്റില്ല. വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം, ശ്രദ്ധിച്ചാൽ മാത്രം അറിയാൻ സാധിക്കുന്ന ഒരു നിജഗുണം, ഒരു ചെറിയ ഗുണം. ആ ഗുണത്തെ കണ്ട് അറിഞ്ഞ് സജ്ജനങ്ങൾ എന്താ ചെയ്യുക? പർവ്വതീകൃത്യ, ആ ചെറിയ ഗുണത്തെ, എത്ര വലിയ ഗുണമുള്ള ആളാണ് താങ്കൾ എന്നൊക്കെ പറഞ്ഞ് ആ ഗുണത്തെ ഇങ്ങനെ വലുതാക്കി കാണിക്കും. അപ്പം രണ്ട് പ്രയോജനമാണ്. ഒന്ന്, അയാളിലുള്ള ആ ഗുണം അയാൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ നമുക്കും അത് തിരിച്ചറിയാൻ സാധിക്കും, ഇയാളിൽ ഇങ്ങനെ ഒരു ചെറിയ ഗുണം ഉണ്ട്, അല്ലേ? അങ്ങനെ ചെയ്യുന്നവരാണ് സജ്ജനങ്ങളെന്ന് പറയും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അഹങ്കാരം ശമിക്കും. നമ്മുടെ ഭഗവത് ഭാവന, ഭഗവാന്റെ ഭക്തി, ഭഗവാനെ എല്ലാത്തിലും കാണാൻ, വാസുദേവ സർവമിതി എന്ന ഭാവന വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഈ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവിൻ്റെ അനുഭവം, വ്യാവഹാരിക തലത്തിലുള്ള അനുഭവം നമുക്ക് ഉണ്ടാകും. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത ബന്ധുക്കൾ, അടുത്ത ആൾക്കാരോട് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും അടുത്ത ആൾക്കാരോടല്ല ആദ്യം പ്രാക്ടീസ് ചെയ്യുക, വെളിയിലുള്ളവരോട് ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ട്, നല്ല നല്ല വ്യക്തികളോട് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്തുള്ളവരെ ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പോൾ ചെയ്യേണ്ടത് ഏറ്റവും അടുത്ത്, ഏറ്റവും കൂടുതൽ സമയം ആരോടാണോ ബന്ധമുള്ളത്, അതുപോലെ ധാർമ്മികമായ ബന്ധം, നമ്മൾ ബയോളജിക്കൽ ബന്ധം എന്ന് പറയുമ്പോൾ പിതാവ് പുത്രൻ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ, സഹോദരൻ സഹോദരി, അമ്മ അച്ഛൻ എന്നൊക്കെയുള്ള ബന്ധം. അപ്പോൾ ഇങ്ങനെയുള്ള അടുത്ത ബന്ധുക്കളിൽ, അടുത്ത ആൾക്കാരിൽ, അടുത്ത വസ്തുക്കളിൽ, മറ്റു ജീവികളിൽ ആദ്യം ഇതിനെ, ഗുണങ്ങളെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഗുണങ്ങളെ കണ്ട്, ആ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അത് ഭഗവാൻ അവർക്ക് കൊടുത്ത ഗുണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഗുണത്തെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്താൽ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണതിൻ്റെ മഹിമയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു സാധന എന്ന രീതിയിലാണ് പറയുന്നത്. ഇത് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കാമെന്നറിയാം? പ്രശ്നങ്ങൾ സോൾവ് ആവും. ഒന്നും ചെയ്യണ്ട. നിങ്ങൾ വേണമെങ്കിൽ പോയി ട്രൈ ചെയ്ത് നോക്കൂ. എവിടെയാണോ പ്രശ്നമുള്ളത് അവരുടെ ഒരു ഗുണം കണ്ടെത്തുക, പതുക്കെ ഒരു ഗുണം കണ്ടെത്തിയിട്ട് ആ ഗുണത്തെ എപ്പോഴെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുക. അത് പബ്ലിക്കലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. പിന്നെ സഡൻലി ആയിരിക്കും റിസൾട്ട്. പ്രശ്നം അപ്പം തന്നെ സോൾവ് ആവും. വേറെ ഒന്നും ചെയ്യാനില്ല. കേസിന് പോകണ്ട, വഴക്കിന് വേണ്ട, എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ സോൾവ് ആക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില അദ്ഭുത ട്രിക്കുകളുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ശാസ്ത്രം പഠിക്കണം. അതുപോലെ തപസ്വികളും സാധകരും അനുഭവസ്ഥരുമായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് അത് കേൾക്കണം, അറിയണം, അതിനെ അഭ്യസിക്കണം. അഭ്യസിച്ചാൽ എന്താ സംഭവിക്കുക? അത് നമ്മുടെ അനുഭവമായി മാറും. ഇനി നാളെ തൊട്ട് നിങ്ങളിത് പോയി അഭ്യസിച്ചാൽ, ഇപ്പോൾ നാളെയും കൂടെ ഞാനിവിടെ ഉണ്ട്, എന്നിട്ട് അഭ്യസിച്ചിട്ട് പറയൂ എന്താ മാറ്റം ഉണ്ടാവണം. ഒരു വർഷം മുഴുവൻ നിങ്ങൾ പ്രാർത്ഥന ചെയ്താലും ഈ ഒരൊറ്റ അഭ്യാസം കൊണ്ടുണ്ടാവുന്ന മാറ്റം ഉണ്ടാവില്ല. ഇത് സഡൻ റിസൾട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് അജാതശത്രുവായിട്ട് തീരുന്നത്. അജാതശത്രു എന്ന് പറഞ്ഞാൽ ശത്രു ഇല്ലാത്തവൻ. ആരാണ് അജാതശത്രു? ഭഗവാനാണ് അജാതശത്രു. സുഹൃതം സർവലോകാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ എല്ലാവരുടെയും ഞാൻ സുഹൃത്താണ്. ന ദ്വേഷ്യോസ്തി ന പ്രിയ എന്ന് പറയുന്നത്. എനിക്ക് ആർക്കും, എൻ്റെ ദൃഷ്ടിയിൽ ആരും ദ്വേഷനും പ്രിയനും അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാവരുടെയും സുഹൃത് ഭാവം വയ്ക്കുന്നവരാണ്. ആ സുഹൃത് ഭാവം നമുക്ക് ഉണർത്താൻ സാധിക്കണം. കുറഞ്ഞ പക്ഷം നമ്മുടെ വീട്ടിലെങ്കിലും ഉള്ളവരോടത്ത് സുഹൃത് ഭാവം, ഈ മൈത്രി ഭാവം, ഈ അപ്രിഷിയേഷൻ, ഈ പ്രോത്സാഹനം, ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയണം. കൊച്ചു കുട്ടികളോട്, പ്രത്യേകിച്ച് അച്ഛനമ്മമാർ കൊച്ചു കുട്ടികളൊക്കെ വളർത്തുന്നവരപ്പോൾ നിങ്ങളുടെയൊക്കെ മക്കളും അല്ലെങ്കിൽ ചെറുമക്കളും മരുമക്കളും ഒക്കെ ഉണ്ടാവും. അവരോടൊക്കെ പറയേണ്ടത്, ഈ കൊച്ചു കുട്ടികൾ വളരുമ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയൊരു ഫാക്റ്റായിട്ട് പറയുന്നത് അപ്രിഷിയേഷനാണ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂഫായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തു ചെയ്ത് കാണിക്കുന്നു, പറഞ്ഞു കാണിക്കുന്നു എന്നുള്ളതാണ്
അവരുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക്. കുട്ടി ഒരു ചെറിയ കാര്യം ചെയ്തു, ഇപ്പം നമ്മൾ കിടക്കില്ലേ, കുട്ടികൾ നടന്ന് പഠിക്കുമ്പോൾ ഓരോരോ കാല് വയ്ക്കുമ്പോൾ നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. എല്ലാവരും കൂടെ കൈയടിക്കും, വളരെ സന്തോഷമായിട്ട് കാണിക്കുമ്പോൾ അതിന് മനസ്സിലാവും ഞാൻ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന്, കോൺഫിഡൻസ് ഉണ്ടാകും. വീണ്ടും അടുത്ത കാല് വയ്ക്കും, അടുത്ത കാല് വയ്ക്കും. അങ്ങനെയാണ് നമ്മളൊക്കെ നടന്ന് പഠിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അതുപോലെയാണ് ഇവിടെയും. ഇത് ആത്മാവിൻ്റെ തന്നെ സാധനയാണ്. ഇത് സച്ചിദാനന്ദ സ്വരൂപത്തിൽ ആനന്ദം എന്ന ഭാഗം, ആനന്ദം എന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ വേരിയേഷൻസ് ആണ് രസങ്ങൾ, സൗന്ദര്യം. ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കളുടെയും അല്ലെങ്കിൽ മനുഷ്യരുടെയും ജീവികളുടെയും ഒക്കെ സൗന്ദര്യം എന്ന ഭാവം. സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേക രീതിയിൽ നോക്കുമ്പോൾ ഒരു ഷേപ്പോ ഒരു ഗ്ലോസി ആയിട്ടുള്ള ഫേസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ ഇഷ്ടപ്പെടാത്ത, നമുക്ക് സൗന്ദര്യം ഉണ്ടെന്ന് തോന്നില്ല, ആ സൗന്ദര്യം വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ കാണാത്തൊരു സാധനമാണ് വാസ്തവത്തിൽ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതിനെയാണ് സൗന്ദര്യം എന്ന് പറയുക. അത് അവരുടെ ബന്ധം, മനോബന്ധം കൊണ്ട്, മനസ്സിൻ്റെ ആ സംബന്ധം കൊണ്ടാണ് കഴിയുന്നത്. അത് പ്രാകൃതികമാണ്. വ്യതിഷജതി പദാർത്ഥാൻ ആന്തര കോപി ഹേതുഹു ന ബഹിരുപാധീൻ പ്രീതയ സംശ്രയന്തേ എന്ന് ഭാസകവി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നതിന് എന്താ കാരണമെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. അവർ തമ്മിൽ ആന്തരികമായ ഒരു ബന്ധമുണ്ട്, അത് അകത്തുനിന്നാണ് അവർ ബന്ധപ്പെടുന്നത്. സൗന്ദര്യം ശരിക്കും അകത്താണ്. പുറത്തുള്ള ഗ്ലോസി ഫേസൊക്കെ അത് ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും അറിയാതെ മേക്കപ്പാണെന്നറിയാം, അല്ലാതെ അത് സത്യമാണോ ഇല്ലയെന്ന് ആരും അറിയില്ല. ആന്തരികമായിട്ടാണ് അവിടെ ബന്ധം ഉണ്ടാവുകയാണ്. ആ ബന്ധമേ നിലനിൽക്കുകയുള്ളൂ. അതാണ് യഥാർത്ഥ സൗന്ദര്യ ബോധം അല്ലെങ്കിൽ യഥാർത്ഥ സൗന്ദര്യ പ്രേമം എന്ന് പറയുന്നത്. അതിനെ നിലനിർത്താൻ അല്ലെങ്കിൽ അതിനെ പ്രകടിപ്പിക്കാനാണ് നമ്മൾ പിന്നെ ഫേഷ്യൽ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താ പറയുക മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. അതും ശരിക്ക് ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്. ആത്മാവിൻ്റെ സ്വരൂപത്തിലെ ആനന്ദ സ്വരൂപത്തെയാണ് സൗന്ദര്യമായിട്ട് വർണ്ണിക്കുന്നത്, രസങ്ങളായിട്ട് വർണ്ണിക്കുന്നത്, രൂപങ്ങളായിട്ട് വർണ്ണിക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ സ്വരൂപം തന്നെയാണ്. അങ്ങനെയാണ് ആത്മാവിനെ അറിയുന്നത്. അപ്പം അങ്ങനെ സച്ചിദാനന്ദമായിട്ടുള്ള സ്വരൂപത്തെ തന്നെ ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പം അതിൽ ഉപക്രമം, ഉപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, ഈ ഫലത്തെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഫലമില്ലാതെ നിഷ്കാമമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പിന്നെയുള്ളത് എന്താണ്? അർത്ഥവാദം. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് അനേകം ഉദാഹരണങ്ങൾ പറഞ്ഞു, കഥകൾ, ചെറിയ ചെറിയ കഥകൾ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഓർമ്മ വരുന്ന കഥകൾ പറയും. അത് ആ വിഷയത്തെ കൂടുതൽ സ്പഷ്ടമാക്കാനും ആസ്വാദ്യമാക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഋഗ്വേദത്തിൽ, വേദത്തിൽ മുതൽക്ക് അങ്ങനെയുള്ള കഥകളുണ്ട്. ഈ കഥകൾ പുരാണങ്ങളിൽ മാത്രമല്ല, കഥകൾ ഇതിഹാസങ്ങളായിട്ടുള്ള ചരിത്രങ്ങൾ, ആഖ്യാനങ്ങൾ, ഉപാഖ്യാനങ്ങൾ വേദത്തിൽ, മൂലവേദത്തിൽ തന്നെയുണ്ട്. അതിൽ ചില കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആശ്ചര്യം തോന്നും. ഇപ്പോൾ രുദ്രൻ ആരാണ്? ശിവൻ. രുദ്രന് രുദ്രൻ എന്ന് പേര് വന്നതിനൊരു കഥ വേദത്തിൽ പറയുന്നുണ്ട്. ശതപഥ ബ്രാഹ്മണത്തിലൊക്കെ ഈ കഥയുണ്ട്. രുദ്രൻ എന്ന രുദ്ര ശബ്ദത്തിന് അർത്ഥം, രുദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ ഉഗ്രൻ എന്നാണല്ലോ വിചാരിക്കുക. പക്ഷെ രുദ്രൻ എന്ന ശബ്ദത്തിന് അർത്ഥം കരയുന്നവൻ എന്നാണ്. കരയുന്നവനോ കരയിക്കുന്നവനോ അല്ലേ? ഋതുരോധനെ രോദയതി എന്ന് പറഞ്ഞാൽ കരയിക്കുന്നു, കരയുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ എപ്പോഴാണ് കരയിക്കുന്നത്? എല്ലാം സംഹരിക്കുമ്പോൾ. അപ്പോൾ കരയിക്കുന്നത് എപ്പോഴാണ്? സംഹാരമൂർത്തിയായിരിക്കുമ്പോൾ. എല്ലാം സംഹരിക്കുമ്പോഴാണല്ലോ കരച്ചിൽ വരെ സാധാരണ രീതിയിൽ, അങ്ങനെയാണ് പറയുക. പക്ഷേ ഇതിനൊരു കഥ വേദത്തിൽ പറയുന്നുണ്ട്. എന്താ ആ കഥ എന്ന് ചോദിച്ചാൽ, ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നു, ഭയങ്കര യുദ്ധം. ഇന്ദ്രദേവനും കൂട്ടരും അതുപോലെ അസുരന്മാരുടെ രാജാവും അവരെല്ലാവരും കൂടെ വലിയ വലിയ യുദ്ധങ്ങൾ പ്രഖ്യാപിച്ചു. വലിയ യുദ്ധം പ്രഖ്യാപിച്ച് എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്, യുദ്ധത്തിന് പോവുകയാണ് ദേവന്മാരെല്ലാം. അപ്പോൾ സാധാരണ രീതിയിൽ ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മാവും ശിവനും ഒന്നും യുദ്ധത്തിന് പോകാറില്ല, ത്രിദേവന്മാർ പോകാറില്ല. അത് വളരെ റെയറായിട്ടാണ് അവർ പോകാറുള്ളത്. ബാക്കിയൊക്കെ ഇന്ദ്രദേവനാണല്ലോ, ഇന്ദ്രദേവനാണ് ദേവരാജാവ്. അപ്പോൾ അദ്ദേഹമാണ് അതൊക്കെ മാനേജ് ചെയ്യുക. അങ്ങനെ എല്ലാവരും യുദ്ധത്തിന് പോവുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പോവുകയാണ്, വലിയ യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക്
കൈലാസം വഴിക്ക് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ എത്തി. അപ്പോൾ എന്താണ്, ഈ യുദ്ധത്തിന് പോകുന്ന സമയത്തെ അവരുടേതായിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, പേഴ്സണൽ ഐറ്റംസ്. ഇപ്പോൾ ഇന്ദ്രൻ്റെ സ്വർണ്ണാഭരണങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പോൾ നമുക്കാണെങ്കിൽ മൊബൈലൊക്കെ ഉള്ള പേഴ്സണൽ സാധനങ്ങൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും സൂക്ഷിക്കുന്നതും മൊബൈലാണ്. കാരണം അത് നമ്മുടെ കൈവശം ഉള്ളതിൽ ഏറ്റവും വിലപിടിപ്പായിട്ടുള്ളത് സ്വർണ്ണം ഒഴിച്ചാൽ അതാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയും. അതുകൊണ്ട് വിലപിടിപ്പുള്ള സാധനമാണ്. പക്ഷേ അതിനേക്കാളും വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ അകത്തൊക്കെ ഉണ്ട്. അത് നമ്മൾ അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല. അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ. അതൊന്നും വില കൊടുത്ത് വാങ്ങാത്തത് കൊണ്ട് അതിനൊന്നും വില കൽപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഉള്ളിലിരിക്കുന്ന ഓരോ ഫിറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ കോടികൾ വില വരും. അങ്ങനെയുള്ള സാധനം ഓട്ടോമാറ്റിക്കൽ സിസ്റ്റത്തിലാണ് അകത്ത് വെച്ചിരിക്കുന്നത് ഭഗവാൻ. അതത്രയും ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. അതിനൊന്നും ഒരു വിലയില്ല. ഈ പൊട്ട മൊബൈൽ ഡബ്ബ വാങ്ങിയതാണ് വലിയ വില കൊടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും അങ്ങനെ രുദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവർ. പോണ വഴിക്ക് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, എന്തായാലും അങ്ങ് ഇവിടെ ധ്യാനിച്ചിരിക്കുകയാണല്ലോ, എന്തായാലും യുദ്ധത്തിന് വരുന്നില്ല. ശിവൻ ധ്യാനിച്ചിരിക്കുകയാണ്, എപ്പോഴും മെഡിറ്റേഷനാണ്. അപ്പോൾ അങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ അങ്ങേ ഏൽപ്പിച്ചു പോകാം. കാരണം യുദ്ധത്തിനാണ് പോകുന്നത്, നമ്മൾ ജയിക്കുമോ തോൽക്കുമോ ഒന്നും അറിയില്ല. ഇനി എന്തെങ്കിലും അവിടെ സംഭവിച്ചു പോയാൽ ബാക്കി സാധനങ്ങൾ കംസേക്കം ഇത് കുറഞ്ഞ പക്ഷം രക്ഷപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം ഇവിടെ വയ്ക്കൂ എന്ന് പറഞ്ഞ്, അപ്പോൾ എല്ലാ ആഭരണങ്ങളും രത്നങ്ങളും അവരുടെ കിരീടം ഒക്കെ അഴിച്ച് അവർ പടച്ചട്ട അണിഞ്ഞാണല്ലോ പോവുക. അതെല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം രുദ്രൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങോട്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് നിൽക്കണ മാതിരിയാണ് ഇദ്ദേഹം എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആരും എടുത്തോണ്ട് പോവില്ല. പിന്നെ രുദ്രൻ്റെ ശക്തി അങ്ങനെയാണ്, അവിടെ വന്ന് അങ്ങനെ എടുക്കാനൊന്നും ആർക്കും ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും മോഷണം പോവില്ല എന്നൊക്കെ വെച്ച് വിശ്വസിച്ച് അവിടെ വച്ചു. എന്നിട്ട് ഇവർ യുദ്ധത്തിന് പോയി എന്നാണ്, ദേവന്മാർ യുദ്ധത്തിന് പോയി. യുദ്ധം പോയി കുറേ കാലമായി യുദ്ധം നടക്കുകയാണ്. ഇപ്പോൾ എന്താ, റഷ്യയിൽ യുക്രൈനും റഷ്യയുടെ യുദ്ധം നടന്നു. എത്ര കാലമായി തുടങ്ങിയിട്ട്? 5 കൊല്ലമായി. ഇപ്പം തന്നെ 5 കൊല്ലമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴവിടെ എത്രയോ കൊല്ലമായിട്ട് യുദ്ധം നടന്നു. അപ്പോൾ രുദ്രൻ നോക്കി, ശിവൻ നോക്കിയപ്പോൾ ഇവരൊന്നും തിരിച്ചു വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കുറേ സമയം ഇതൊക്കെ ഇവിടെ വച്ച് പോയിട്ടുണ്ട്. ഇനി വരുമോ വരില്ലേ എന്നറിയില്ല, എന്താണെന്ന് അറിയില്ല. ഞാനാണെങ്കിൽ ഇവിടെ മെഡിറ്റേഷനിലാണ്, ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എന്താണ്, ഇടയ്ക്ക് ഈ ഭിക്ഷ ചോദിക്കാനൊക്കെ ആൾക്കാർ വരുമല്ലോ. ഇപ്പോൾ ഇങ്ങനെ അന്നത്തെ കാലത്തൊക്കെ വലിയ ശ്രേഷ്ഠരായിട്ടുള്ളവരൊക്കെ ഭഗവാനെ കാണാൻ പോകും. അവരുടെ ഭക്തന്മാരൊക്കെ ഇടയ്ക്ക് വരും. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അവർക്കെല്ലാം ഇതിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പാരിതോഷികമായിട്ട് കൊടുത്തു. കാരണം ഇനിയിപ്പോൾ ഇതിൽ തിരിച്ചു വരാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല, കുറേ കാലമായി പോയ വഴിക്കാണെന്ന് വിചാരിച്ച് ഇതെല്ലാം ആൾക്കാർക്ക് വിതരണം ചെയ്തു. കാരണം അദ്ദേഹത്തിനൊന്നും വേണ്ട, അദ്ദേഹം വിരക്തനാണല്ലോ. അങ്ങനെ വിതരണം ചെയ്തു. സാധനം എല്ലാം കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞപ്പോൾ പച്ചവരെല്ലാം തിരിച്ചു വന്നു, ദേവന്മാർ തിരിച്ചു വന്നു. ഇത് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ള കഥയാണ്. തിരിച്ചു വന്നു. അവർ ചോദിച്ചു, നമ്മൾ യുദ്ധം ജയിച്ചു, ഇത്രയും കാലമായിട്ട് യുദ്ധം ചെയ്തു, വളരെ കഷ്ടപ്പാടായിരുന്നു, എന്നാലും ജയിച്ചു, നമ്മുടെ സാധനങ്ങളൊക്കെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. ഓഹോ, അതൊരു പ്രശ്നമാണല്ലോ. എന്തു പറ്റി? അതെല്ലാം ഞാൻ ദാനം ചെയ്തു. ഇങ്ങനെ ഓരോരുത്തർ വന്ന് ചോദിച്ചു, അവർക്കൊക്കെ ഓരോന്ന് കൊടുത്തു. നിങ്ങൾ കുറേ കാലമായി പോയിട്ട് ഒരു വിവരമില്ല, അപ്പോൾ അത് കാരണം നിങ്ങൾ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചെല്ലാം ദാനം ചെയ്തു. അയ്യോ, അല്ലെങ്കിൽ തന്നെ ഇവർ ക്രോധം കഴിഞ്ഞ് വരണതേ ഉള്ളൂ, ക്രോധം ശമിച്ചിട്ടില്ല. ഇവർക്കെല്ലാം ദേഷ്യം വന്നു. എന്ത് പണിയാണ് ചെയ്തത്, ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടി വെച്ച സാധനം അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. എല്ലാവരും കൂടെ ചേർന്ന് രുദ്രനെ തല്ലിന്നാണ്. അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് രുദ്രനെ തല്ലിയപ്പോൾ രുദ്രൻ കരഞ്ഞു. അങ്ങനെ കരഞ്ഞപ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഉതിർന്ന് താഴെ വീണു. അങ്ങനെ ഉതിർന്ന് വീണ കണ്ണുനീരാണ് വെള്ളിയായി മാറിയത്. സ്വർണവും വെള്ളിയില്ലേ, അതിൽ വെള്ളിയായി മാറിയത് അങ്ങനെയാണെന്നാണ്. അപ്പം അങ്ങനെ കരഞ്ഞു. അങ്ങനെ കരഞ്ഞത് കൊണ്ടാണ് രുദ്രനെന്ന് പേര് വന്നെന്ന് ഒരു കഥ. പിന്നെ സംഹാരമൂർത്തി ആയതുകൊണ്ട്, എല്ലാവരെയും കരയിക്കുന്നവനായതുകൊണ്ട് രോദയതീതി രുദ്ര. ഇത് രണ്ടും നിരുക്തത്തിൽ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനമാണ്. അതിൻ്റെ വൈദിക കഥയും ഇതാണ്. ഇങ്ങനെ അർത്ഥവാദങ്ങൾ പറഞ്ഞു. ഇപ്പോൾ എത്ര രസമാണെന്ന് നോക്കൂ. ഒരു കഥ പറഞ്ഞപ്പോൾ രുദ്രൻ ആഴാണെന്ന് മനസ്സിലായി, രുദ്രൻ്റെ പേരെന്താണെന്ന് മനസ്സിലായി, അദ്ദേഹത്തിന് ആ പേര് വീണത് എന്തുകൊണ്ടെന്ന് മനസ്സിലായി. ഇതെല്ലാം മനസ്സിലായില്ലേ, വളരെ പെട്ടെന്ന് മനസ്സിലായി. ഇതാണ് അർത്ഥവാദങ്ങൾ. വെള്ളി ഉണ്ടായതെന്നിങ്ങനെ മനസ്സിലായി. അതുകൊണ്ട് ഒരു നിയമം വേദത്തിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ,
ഈ വേദിയിൽ ഈ യജ്ഞയാഗാദികൾ ചെയ്യുമ്പോൾ അന്തർവേദി ബഹിർവേദി എന്ന് പറഞ്ഞാൽ 2 ദാനമുണ്ട്. അതിൽ ചില യജ്ഞങ്ങളിൽ അന്തർവേദി, അതായത് നമ്മൾ യാഗശാലയ്ക്കകത്ത് വെള്ളി ഉപയോഗിക്കാൻ പാടില്ല എന്നും വെള്ളി ദാനം ചെയ്യാൻ പാടില്ല എന്നും പറയും. അതിനുള്ള കാരണം ഇതാണ് പറയുന്നത്. വെള്ളി പാത്രങ്ങളോ വെള്ളിയോ ഉപയോഗിക്കില്ല. ചില സ്ഥലങ്ങളിൽ, ചില യാഗങ്ങളിൽ ഉപയോഗിക്കും, രുദ്രയാഗങ്ങളോ മറ്റു പല ഇതിൽ ഉപയോഗിക്കും, ചില യാഗങ്ങളിൽ ഉപയോഗിക്കില്ല. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് അത് ഭഗവാന്റെ കണ്ണുനീരിൽ നിന്നുണ്ടായത് കൊണ്ടാണ് എന്നാണ്. ഏതായാലും അങ്ങനെ ഒരു കഥ, ഇതിനെയാണ് അർത്ഥവാദം എന്ന് പറയുക. അർത്ഥം എന്ന് പറഞ്ഞാൽ നിന്ദയോ സ്തുതിയോ അതിനെ വച്ച് പറയുന്ന വാദം, കഥ എന്നാണ് ആ വാക്കിനർത്ഥം. അങ്ങനെ അർത്ഥവാദങ്ങളുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ എത്രയോ അർത്ഥവാദങ്ങളുണ്ട്. അത് ഓരോ അധ്യായങ്ങളിലും കഥകളും ഉദാഹരണങ്ങളുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞാൽ ഉപപത്തി, 6ാമത്തെ അംഗമാണ് ഉപപത്തി. ഉപപത്തി എന്ന് പറഞ്ഞാൽ യുക്തി. അപ്പോൾ ഓരോന്ന് പറയുമ്പോഴും ആ സമർത്ഥിക്കുന്ന വസ്തുത യുക്തി കൊണ്ട് സമർത്ഥിക്കപ്പെടണം. അതിനൊരു നിയമം വേണം, അതിനൊരു ക്രമം വേണം, യുക്തി വേണം എന്നാണ്. അങ്ങനെ സമർത്ഥിച്ചാൽ അത് ശരിയാകും. അപ്പോൾ ആ സമർത്ഥനം സാധാരണ രീതിയിൽ നമുക്ക് ന്യായശാസ്ത്രങ്ങളിലും വേദാന്തപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലുമൊക്കെയാണ്. ബ്രഹ്മസൂത്രത്തിന് ശങ്കരാചാര്യ സ്വാമിജികൾ എഴുതിയിട്ടുള്ള ഭാഷ്യം, ഇതിലൊക്കെയാണ് ഈ യുക്തികൾ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഈ കഥകളിലൊക്കെ പറയുന്നതിനോടൊപ്പം ചില യുക്തികളും തർക്കങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്ന കാര്യം സമർത്ഥിച്ച് കൊണ്ടുപോകും. അതെങ്ങനെ പ്രായോഗികമാക്കണമെന്ന് പറയും. പ്രായോഗികമാക്കിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയും. ഇപ്പം ഞാനിപ്പോൾ അപ്രീഷിയേഷനെ കുറിച്ച് പറഞ്ഞതുപോലെ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതെന്താണ് വാസ്തവത്തിൽ നമുക്ക് ഫലപ്രദമായി വരുന്നത്. അപ്പോൾ അതിനെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഭഗവത് ഭക്തിയെക്കുറിച്ച്, നാമസങ്കീർത്തനെക്കുറിച്ച് അനേകം യുക്തികൾ ശ്രീമദ് ഭാഗവതത്തിൽ അർത്ഥവാദവും കഥയുമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സമർത്ഥിക്കുന്ന രീതിയെയാണ് ശാസ്ത്രത്തിൽ ഷഡ്ലിംഗം കൊണ്ട് വസ്തുനിർണയം എന്ന് പറയുന്നത്. ഇത് എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്? സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവ്, സച്ചിദാനന്ദ ബ്രഹ്മം, അതാണ് ഭാഗവതത്തിൻ്റെ തത്വം, അതാണ് വേദത്തിൻ്റെ തത്വം, അതാണ് നിഗമങ്ങൾ പറയുന്നത്. നിഗമങ്ങളുടെ തത്വമാണ് ഭാഗവതത്തിലുള്ളത്. അതെങ്ങനെയാണെന്നാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ആ പരമതത്വ സമീക്ഷയാണ്, ചിന്തനമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ സച്ചിദാനന്ദ സ്വരൂപത്തെ വർണ്ണിക്കുന്ന കഥകളുടെ പ്രകാരത്തിൽ ഏറ്റവും നല്ല ഒരു കഥ, എല്ലാ വർണ്ണനയും സാധിക്കുന്ന ഒരു കഥ, എല്ലാ രീതിയിലുള്ള ഓപ്ഷൻസും എല്ലാ രീതിയിലുള്ള വർണ്ണനകൾക്കും സാധ്യതയുള്ളൊരു കഥ എന്ന രീതിയിൽ ഭഗവാന്റെ ജീവിതകഥ വേദവ്യാസന് എടുത്തു ഇവിടെ എന്നുള്ളതാണ്. കാരണം എന്താണ്? ഈ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ അതിൻ്റെ എല്ലാവിധ ലീലകളോടും കൂടി വർണ്ണിക്കാൻ പറ്റിയ ഒരു ജീവിതകഥ വേണമല്ലോ. എല്ലാ ഗുണങ്ങളുമുള്ള 16 കലകളുമുള്ള. അപ്പോൾ ആ കലകളെല്ലാമുള്ള പുരുഷോത്തമൻ്റെ തന്നെ കഥയെടുത്തു. അപ്പോൾ എന്താണ്? ആ കലകളിലെ ഏതെങ്കിലുമൊക്കെ കലയിൽ ആരെങ്കിലുമൊക്കെ ആകൃഷ്ടരാകും. അങ്ങനെ ലോകത്തിന് മുഴുവൻ ഉപയുക്തമാകുന്ന രീതിയിൽ ഈ 16 കലയുള്ള പുരുഷോത്തമൻ്റെ വർണ്ണന ലോക സാധകർക്ക് ഉപയുക്തമായ രീതിയിൽ മാറും. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതത്തിന് ഇത്ര വലിയൊരു ഉച്ചസ്ഥാനം ലഭിച്ചത്. മഹാഭാരതത്തിലും മറ്റ് പുരാണങ്ങളിലുമൊക്കെ ശ്രീകൃഷ്ണ കഥാമൃതമുണ്ട്. പക്ഷേ ഭാഗവതം അതിന് വേണ്ടിയിട്ടുള്ളതാണ്, മുഴുവനായിട്ട് വിസ്തരിച്ച് പറയുന്നതാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കഥകളിൽ തീർച്ചയായിട്ടും നമ്മൾ ആകൃഷ്ടരാകും. ഒരു കഥ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറൊരു കഥ. ഏതായാലും ഈ കഥകളിലൂടെ ആത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ചും ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാനും അത് സംബന്ധമായിട്ട് ജിജ്ഞാസ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജിജ്ഞാസ ഉണർത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എത്രയോ കോടാനുകോടി ജനങ്ങൾ കിടക്കുന്നു.
ഈ ചുറ്റുവട്ടത്ത് തന്നെ എത്രയോ ലക്ഷം ആൾക്കാർ താമസിക്കുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ജിജ്ഞാസ ഉണ്ടാകുന്നത് വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ജിജ്ഞാസ ഉണ്ടാകുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണ്. അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകുക. ഏകാദശ സ്കന്ധത്തിലെ ഒരു ശ്ലോകം ഉണ്ടല്ലോ, എതിരിച്ഛയാ മത്കഥാദോ ജാതശ്രദ്ധസ്തുയപ്പുമാൻ. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. എതിരിച്ഛയാ മത്കഥാദോ ജാതശ്രദ്ധസ്തുയപ്പുമാൻ ന വിരക്തോ നാദിസക്തഃ ഭക്തിയോഗോസ്യ സിദ്ധിതഃ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തുടക്കം ഒന്നുകൂടെ തുടക്കം വേറെ എന്താണ്? ഇത് 2-3 വരികളാണ്. എതിരിച്ഛയാ മത്കഥാദോ ജാതശ്രദ്ധസ്തുയപ്പുമാൻ. അതിലെന്താ പറയുന്ന? എതിരിച്ഛയ, അയാൾ പ്ലാൻ ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ വഴിക്ക് പോണ സമയത്ത് ഭാഗവത സപ്താഹം നടക്കുന്നുണ്ടായിരുന്നു. ഭാഗവത സപ്താഹത്തിൽ ഭഗവാന്റെ കീർത്തനം, ഭഗവാന്റെ നാമസങ്കീർത്തനമോ അല്ലെങ്കിൽ ഭഗവാന്റെ സ്തുതിഗാനമോ നടക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഓവർ ഹിയർ ചെയ്തു, പോണ വഴിക്ക് ഇങ്ങനെ കേട്ടു. എതിരിച്ഛയാ മത്കഥാദോ. അത് കേട്ടപ്പോൾ അയ്യോ, ഭഗവാന്റെ ഇത്രയധികം ഗുണങ്ങളാണോ? ഇതാണോ ഭഗവാന്റെ സ്വരൂപം? അപ്പോൾ അതിൽ കേട്ടത് ഈ പറഞ്ഞ 16 കലകളിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കലയായിരിക്കാം. അയാളിൽ ആ കലയാണ് ആകർഷണത്തിന് കാരണമായത്. അപ്പോൾ അയാളുടെ മനസ്സ് അതിലേക്ക് ആകർഷിക്കും. ഇപ്പോൾ ചിലവർക്ക് ഭഗവാന്റെ ബാലലീലകളാണ് ഇഷ്ടം, ചിലവർക്ക് ഉദ്ധവ ഉപദേശം തുടങ്ങിയിട്ടുള്ള ഉപദേശങ്ങളാണ് ഇഷ്ടം, മറ്റു ചിലർക്ക് വ്രജഭൂമിയിൽ ഭഗവാൻ ചെയ്ത കാര്യങ്ങളാണ് ഇഷ്ടം, ചിലവർക്ക് ഗീതോപദേശം ചെയ്തതും മറ്റുമൊക്കെയാണ് ഇഷ്ടം, മറ്റു ചിലർക്ക് രാസലീല പോലുള്ള ലീലകളാണ് ഇഷ്ടം, അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ലീല ആകർഷിച്ചു. എതിരിച്ഛയാ മത്കഥാദോ ജാതശ്രദ്ധസ്തുയപ്പുമാൻ. പിന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. എന്താ ഇപ്പോഴും അയാളുടെ സ്ഥിതി? ന വിരക്തഃ. അയാൾ അത്യന്തം വിരക്തനല്ല, വിരക്തിയൊന്നും വന്നിട്ടില്ല. സാധാരണ ഒരു വ്യക്തി, സാധാരണ ഒരു മനുഷ്യൻ, ഗൃഹസ്ഥനാണേ. ന വിരക്തഃ നാദിസക്തഃ. അത്യന്തം ആസക്തനാണ്, അങ്ങനെയുമില്ല. അങ്ങനെ ഒരു ഭാവം, സാധാരണ ഒരാളെന്നർത്ഥം. ഇടയ്ക്കൊക്കെ ഭക്തി വരും, ഇടയ്ക്കൊക്കെ ഭാവമുണ്ട്, ഇടയ്ക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ജീവിതമൊക്കെ സാമാന്യ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സാമാന്യ വ്യക്തിയാണെങ്കിലും എതിരിച്ഛയാ ഈ കഥകളൊക്കെ കേട്ടാൽ അയാൾക്ക് എന്നിൽ ഭക്തി ഉണ്ടാകും. എന്താണ് ആ ഭക്തി? എന്താണ് ഭഗവാന്റെ സ്വരൂപം? ഈ പറയുന്ന, ഈ കേട്ട ഭഗവാൻ ആരാണ്? അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത് എന്ന് എതിരിച്ഛയാ ഒരു ഭാവമുണ്ടായാലും അയാൾ ഭക്തിയോഗമുള്ളവനാണ്. ഭക്തിയോഗോ അസ്യ സിദ്ധിതഃ. അങ്ങനെയുള്ള അയാൾക്ക് ഭക്തിയോഗം സിദ്ധിപ്രദമാണ്. അങ്ങനെ എതിരിച്ഛാ ഒരു കഥ ഭഗവാന്റെ കേട്ടാലും ആ സച്ചിദാനന്ദ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്രവേശികയായി നാം. പിന്നെ അവിടുന്ന് തത്വചിന്തനങ്ങളും വിചാരങ്ങളും ഇതേപോലുള്ള സത്രങ്ങളിലും ഒക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ പോകും. എപ്പോഴൊക്കെ എവിടെയൊക്കെ ശ്രവിക്കാൻ സാധിക്കുന്നു അവിടെയൊക്കെ പോയി ശ്രവിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ആ സച്ചിദാനന്ദ രൂപത്തിലേക്ക്, ആ രൂപത്തിൻ്റെ ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സ് ആഴ്ന്നാഴ്ന്നു പോകും. ഇതിനാണ് ഈ കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഈ ഭാഗവത ചരിത്രത്തിൻ്റെ പ്രത്യേകത. ഇത് ലോക ജയ്യമായിരിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം എന്താണ്? സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇതിലെ കാര്യങ്ങൾ മനസ്സിലാകും, കേട്ടിരിക്കാൻ സാധിക്കും. ബാക്കി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തത്വസമീക്ഷയാണ്. നമ്മൾ കഥയൊന്നും പറയുന്നില്ല. എനിക്ക് കഥ പറയാനും അറിയില്ല. കഥയല്ല നമ്മൾ പറയുന്നത്. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. കഥയുടെ സൂചന പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ കഥയാണ് പറയുന്നത്, എല്ലാം ഓർമ്മയുണ്ട്. തത്വസമീക്ഷ ചെയ്യുമ്പോഴും ആ കഥകളിലുള്ള രസം തന്നെയാണ് തത്വങ്ങളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ തത്വങ്ങളിലുള്ള രസമാണ് കഥകളുടെ രൂപത്തിൽ വരുന്നത്. രണ്ടും അങ്ങനെയാണ്. അപ്പോൾ വേദത്തിൽ തുടങ്ങി സനാതന ധർമ്മത്തിൻ്റെ ഏത് ഗ്രന്ഥമെടുത്താലും
സച്ചിദാനന്ദ ബ്രഹ്മത്തിൻ്റെ വ്യാഖ്യാനം വിവേചനമില്ലാത്ത ഒന്നുമില്ല. എല്ലാം ചെന്ന് അവസാനിക്കുന്നത് സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ, എല്ലാം തുടങ്ങിയിരിക്കുന്നത് സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ എന്ന് മനസ്സിലാക്കാം. ഇനി ഈ സച്ചിദാനന്ദ ബ്രഹ്മത്തിൻ്റെ ചില മറ്റ് ഉപാധികളുണ്ട്, മറ്റ് ചില ഉപാധികൾ, ലക്ഷണങ്ങൾ. അതിലൊന്നാണ് സച്ചിദാനന്ദ ബ്രഹ്മത്തെ സാകാരമെന്നും നിരാകാരമെന്നും സഗുണമെന്നും നിർഗുണമെന്നും ഒക്കെ പറയാറുണ്ട്. ഇതെല്ലാം സച്ചിദാനന്ദ ബ്രഹ്മമാണ്, അതിൽ നിന്നൊന്നും ഒരിക്കലും മാറുന്നില്ല. അങ്ങനെ സഗുണത്തിൽ സാകാരമായി മൂർത്തി രൂപത്തിൽ പ്രകടമാകുമ്പോൾ അത് മൂർത്തി പൂജയ്ക്ക് ആലംബനമായ, വിഗ്രഹാരാധനയ്ക്ക് ആലംബനമായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെയും കൃഷ്ണഭഗവാന്റെയും ഒക്കെ രൂപങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ നമ്മൾ വിഗ്രഹങ്ങളെ പൂജിക്കുമ്പോൾ കല്ലിനെയോ പഞ്ചലോഹത്തെയോ അല്ലെങ്കിൽ വിശിഷ്ടമായ തടികളെയോ ഒന്നുമല്ല പൂജിക്കുന്നത്. ആണോ? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ? പറ്റില്ല. നമ്മൾ പൂജിക്കുന്നത് മണ്ണിനെയോ മരത്തെയോ ധാതുക്കളെയോ ഒന്നുമല്ല. നമ്മൾ പൂജിക്കുന്നത് അതിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെയാണ്. അത് സാകാരമായാലും നിരാകാരമായാലും ചൈതന്യത്തിന് ഭേദമില്ല, ചൈതന്യത്തിൻ്റെ ആദി അന്തമില്ല, ചൈതന്യത്തിന് വികാരമില്ല. അത് നമ്മുടെ ശരീരത്തിൽ പ്രകടമായിരിക്കുന്നത് പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്രകടമായ ചൈതന്യം കല്ലിലും തൂണിലും തുരുമ്പിലും എല്ലാ സ്ഥലത്തുമുണ്ട്. അതിനെ നമ്മുടെ സൗകര്യത്തിന് ഒരു പ്രത്യേക ശിലയെ തയ്യാറാക്കി അതിൽ ഭഗവാന്റെ ഭാവത്തെ ആവാഹിച്ച്, ആവാഹന ഭാവത്തിൽ ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിളിച്ചു വരുത്തുക എന്നർത്ഥം. നമ്മൾ ക്ഷണക്കത്ത് കൊടുക്കാറില്ലേ? ക്ഷണക്കത്ത്, ക്ഷണിക്കുക, നിമന്ത്രണം ചെയ്യുക എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള പദം. ഈ മലയാളത്തിൽ എങ്ങനെയാണ് ഈ ക്ഷണം എന്നുണ്ടായത് എന്നെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് കാരണം ചില സമയത്ത് ഞാൻ ഇത് മറന്നുപോകും. ഈ ക്ഷണക്കത്ത് എന്നുള്ള സ്ഥലത്ത് ശരിക്കും വേണ്ടത് നിമന്ത്രണം എന്നാണ്. നിമന്ത്രണം, ആമന്ത്രണം എന്ന് രണ്ട് പദമാണ് ഇതിനുള്ളത്, ഇൻവിറ്റേഷൻ. പക്ഷെ ക്ഷണിക്കുക എന്ന് എങ്ങനെ മലയാളത്തിൽ വന്നു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ക്ഷണശബ്ദത്തിനെ ഇങ്ങനെ വിളിച്ചു വരുത്തുക എന്ന ഒരർത്ഥവും എവിടെയും കണ്ടതായിട്ടും കേട്ടതായിട്ടും അറിയുന്നില്ല. ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പദപ്രയോഗത്തിൻ്റെ ഒരു താല്പര്യം കണ്ടുപിടിക്കണം. കാരണം ഇതിലെന്തോ ഒരു താല്പര്യമുണ്ട്, ഒരു ഗുട്ടൻസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതെന്താണെന്ന് മനസ്സിലാകുക. ക്ഷണിക്കുക, ക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം, കുറഞ്ഞൊരു സമയം, സെക്കൻഡ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതിനെ ക്രിയാപദമാക്കി ക്ഷണിക്കുക. എനിക്ക് തോന്നുന്നു ഇതിനോടൊപ്പം മുമ്പ് എന്തെങ്കിലും വേറെ ഏതെങ്കിലും പദങ്ങൾ കൂടി ഉണ്ടായിരുന്നിരിക്കണം, അക്ഷരങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അത് അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഏതായാലും ഈ അർത്ഥത്തിലല്ല. ഈ അർത്ഥമായിട്ട് ഒരു ബന്ധമില്ലാത്ത അർത്ഥങ്ങളാണ് ആ പദത്തിനുള്ളത്, ആ ധാതുവിനുള്ളത്. ഏതായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, മലയാളത്തൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഏതായാലും അങ്ങനെ ആവാഹിക്കുക, ആവാഹനം ചെയ്യുന്നതിനെയാണ്, ആവാഹനം ചെയ്താണ് ആ മൂർത്തിയെ വിഗ്രഹമാക്കി തീർത്ത് അവിടെ നമ്മൾ പൂജിക്കുന്നത്. അപ്പം അവിടെയും പൂജിക്കുന്നത് സച്ചിദാനന്ദ സ്വരൂപത്തെയാണ്. ഇനി നമ്മൾ അമ്പലത്തിൽ പോയി നമസ്കരിക്കുമ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? ആ ആകാരത്തിലിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെ, ആ എൻ്റെ ഉള്ളിലുള്ള ആ ആത്മചൈതന്യത്തെ, ആ ആത്മസ്വരൂപത്തെയാണ് ഞാൻ നമസ്കരിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അപ്പോൾ പിന്നെ ആ ഭഗവാനിൽ നിന്ന് ഭയക്കേണ്ട ആവശ്യം. വാസ്തവത്തിൽ നമുക്കിപ്പോൾ ഉള്ള ഭക്തി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ളൊരു തട്ടിപ്പ് ഭക്തിയാണ്, വാസ്തവ ഭക്തിയല്ല. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ
ഏറെ പേരുടെയും ഭക്തിയുടെ മൂല കാരണം ഭഗവാനോടുള്ള ഭയമാണ്. ഭയഭക്തി എന്നാണല്ലോ നമ്മൾ പറയുക. എന്ന് പറഞ്ഞാൽ ഭക്തി ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെടില്ല. ഭഗവാൻ ഇഷ്ടപ്പെടാതെ വന്നാൽ ഭഗവാന്റെ ശാപമുണ്ടാകും, ദോഷമുണ്ടാകും എന്ന് പറഞ്ഞാണ് നമ്മുടെ ഭക്തി ഉണ്ടായിരിക്കുന്നത്. ഭയഭക്തിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ ഭക്തി ശരിയല്ല. കാരണം എന്താണ്? അത് ഏതായാലും അങ്ങനെ പകർന്നു കിട്ടിയതായാലും അല്ലെങ്കിലും അത് അജ്ഞത കൊണ്ടുമാകാം. കാരണം ഭയത്തിന് കാരണം അജ്ഞതയാണ്, ശാസ്ത്രീയമായിട്ട് അറിയാത്തതാണ്. അപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ ദാനം കൊടുക്കുന്നുവെങ്കിൽ ഒന്ന് ആലോചിക്കുക. സാധാരണ രീതിയിൽ ദാനം കൊടുക്കുമ്പോൾ ദാനം കൊടുക്കണം, ഇതെൻ്റെ കർത്തവ്യമാണ് എന്ന് ഉദ്ദേശിച്ച് ദാനം കൊടുക്കുന്നവർ ഒരു 10% ആൾക്കാരെ ഉണ്ടാവും. ബാക്കി 90% ആൾക്കാരും ദാനം കൊടുക്കുന്നത് ഈ ദാനം കൊടുത്തില്ലെങ്കിൽ ഇനി ദോഷം വരണ്ട, ശാപം വരണ്ട, നമ്മുടെ അടുത്ത അമ്പലമാണ്, ഇനി അവിടുന്ന് ശാപം വന്നാൽ എനിക്ക് പ്രശ്നമുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണപ്പിരിവിന് വരുന്നവരുണ്ടല്ലോ, അമ്പലത്തിനൊക്കെ പണപ്പിരിവ് വരുന്നവർ, അവരതിന് തയ്യാറായിട്ടായിരിക്കും വരിക. നിങ്ങളിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാലും അവരൊരു ചീട്ടെഴുതി തരും, അത് കൊടുത്തേ പറ്റുള്ളൂ. അത് കൊടുക്കാതിരുന്നാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും. കാരണം ഭയമാണ്, ഭഗവാൻ കോപിക്കുമോ എന്ന് ഭയം. അങ്ങനെ കോപിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാം. അങ്ങനെ ഒരു ഭയത്തെക്കുറിച്ച് ഭഗവത്ഗീതയിലും മറ്റൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഭാഗവതത്തിലെ സ്നേഹാദ്വേഷാദ് ഭയാദ് വാപി യാതി തത്തത് സ്വരൂപതാം എന്ന് 11ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്. നേരത്തെ രാസലീലയുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും സത്രത്തിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ സ്നേഹാദ് ദ്വേഷാദ് ഭയാദ്, ഈ 3 കാരണം കൊണ്ടും എന്നെ ഭജിക്കാം, അങ്ങനെയുള്ളവരെയും ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഭയം കൊണ്ട് ഭജിക്കുന്നവരെ ചെയ്യുന്നത് എന്താണ് ഭഗവാൻ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയം കൊണ്ട് ഭജിച്ചവരെയൊക്കെ ചെയ്തത് എന്താണ്? അവരെ സംഹാരത്തിലൂടെയാണ് അനുഗ്രഹിക്കുന്നത്. ഈ ഭക്തി ശരിയല്ല എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഭയം കൊണ്ട് ഭഗവാനെ ഭജിച്ചവർക്കൊക്കെ മോക്ഷം കൊടുത്തിട്ടുണ്ട് ഭഗവാൻ, നല്ലത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ സംഹാരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് കംസനും മറ്റുമൊക്കെയാണ്. അവരൊക്കെ ഭഗവാനിൽ ഭയന്ന് എല്ലാ സ്ഥലത്തും ഭഗവാനെ കണ്ടു എന്നൊക്കെയാണല്ലോ അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അസ്നൻ തിഷ്ഠൻ ഗച്ഛൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ പറയുന്നുണ്ട്. കംസൻ എവിടെ നോക്കിയാലും ദാ വന്നു, ഇതാ വന്നു, ദാ നിൽക്കുന്നു എന്ന് ഭയന്നുകൊണ്ടേയിരുന്നു എന്നാണ്. അവസാനം അങ്ങനെയാണത് സംഭവിച്ചത്. അതുകൊണ്ട് ഭയഭക്തി യഥാർത്ഥ ഭക്തിയല്ല. ഭയഭക്തി ഒരു എന്താ പറയുക, ഒരു ആപത്കാലത്തിൽ അങ്ങനൊരു അവസ്ഥയിൽ ഒരു അജ്ഞാനത്തിൻ്റെ ഭാവത്തിൽ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഭക്തി ഉണ്ടാകുന്നത് കർത്തവ്യമായിട്ടും ബോധത്തോടു കൂടിയും ഭഗവാന്റെ അസ്തിത്വമാണുള്ളത്, ഭഗവാനാണ് സത്യം, ഭഗവാൻ എല്ലാത്തിലുമുണ്ട്, ഭഗവാനാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സത് ചിത് ആനന്ദമായിരിക്കുന്ന സത്വം ചൈതന്യവും ഒക്കെ ആയിരിക്കുന്ന ആ ഭഗവാൻ ഓരോ വസ്തുവിനെയും നിർമ്മിക്കുന്നുണ്ട്. ഓരോ വസ്തുവും ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ടതാണ്, നമ്മളാൽ നിർമ്മിച്ചത് ഒന്നുമില്ല. അതുകൊണ്ട് ഭഗവാന്റെ ചൈതന്യത്തെ എവിടെയൊക്കെ ആരാധിക്കാൻ സാധിക്കുമോ, എവിടെയൊക്കെ നമസ്കരിക്കാൻ സാധിക്കുമോ, എവിടെയൊക്കെ ഏതിലൊക്കെ ഓർമ്മിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ ഓർമ്മിക്കുകയും ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക. അതാണ് ഭക്തി. അല്ലാതെ ബുദ്ധിമുട്ടോടുകൂടി വിഷമത്തോടുകൂടി ദാനം ചെയ്യുന്നത് ദാനമല്ല. നിങ്ങൾ ഇനി ഭയത്തോടുകൂടി ദാനം ചെയ്താലും അതിൻ്റെ ഫലം വരാൻ പോകുന്നു മറ്റൊരു ഭയമായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഭയത്തോടു കൂടി അനുഗ്രഹിക്കും. ഭയമുള്ളവരെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? സംഹാരത്തിലൂടെ അനുഗ്രഹിക്കുക, അങ്ങനെയാണ് രക്ഷിക്കുക. അപ്പം അതുകൊണ്ട് അതല്ല വേണ്ടത്. ഭഗവാന്റെ സത്യസ്വരൂപം, യഥാർത്ഥ രൂപം മനസ്സിലാക്കിയിട്ട് ഒരു സംശയവുമില്ലാതെ യുക്തി കൊണ്ടും വിചാരം കൊണ്ടും അനുഭവം കൊണ്ടും അംഗീകരിച്ചിട്ട് ഭക്തി ചെയ്യണം. ആ ഭക്തിയിലേക്ക് നിങ്ങൾ എത്തേണ്ട സമയമായി. എതിർച്ഛയാ മത്കഥാദോ ജാതശ്രദ്ധസ്വേപ്പുമാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എപ്പോഴോ കഴിഞ്ഞു.
എത്രയോ കാലമായിട്ട് സത്സംഗമൊക്കെ കേൾക്കുന്നു, ഭാഗവതം കേൾക്കുന്നു, സപ്താഹങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഇനി എത്തേണ്ട ഭക്തി ഏതാണ്? ജ്ഞാനഭക്തിയാണ്. ജ്ഞാനിനാമപി സർവേഷാം മദ്ഗതേന അന്തരാത്മന. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ജ്ഞാനി ഭക്തന്മാർ എനിക്ക് പ്രിയമാണെന്ന്. ഇപ്പം ഞാൻ ഉദ്ധരിച്ച ആ ശ്ലോകത്തിന് അടുത്ത ശ്ലോകത്തിനും അതിന് മുമ്പത്തെ ശ്ലോകമോ പിൻപത്തെ ശ്ലോകമോ അതിലും ഭഗവാൻ പറയുന്നുണ്ട്, ജ്ഞാനി ഭക്തര് എൻ്റെ തന്നെ സ്വരൂപമാണ്, എനിക്ക് ഏറ്റവും പ്രിയരായിട്ടുള്ള ഭക്തരാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഭക്തിയിലേക്ക്, സ്വരൂപം അറിഞ്ഞുള്ള ഭക്തി, ഈ ഭക്തിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഭക്തി വന്നാൽ ആ ഭക്തി ഒരിക്കലും പോകില്ല, അത് അചഞ്ചല ഭക്തിയാണ്. അറിവില്ലാത്ത ഭക്തി ചഞ്ചല ഭക്തിയാണ്, നിമിത്തമായിട്ട് നൈമിത്തികമായിട്ടുണ്ടാകുന്ന ഭക്തിയാണ്, താത്കാലിക ഭക്തിയാണ്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം ഇന്ന് കുറിയൊക്കെ വിട്ട് വളരെ ഭക്തനായിട്ട് കാണും, നാളെ നോക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കും കാണുക, തിരിച്ചറിയാൻ പറ്റില്ല. അത് ആപേക്ഷിക ഭക്തിയാണ്, താത്കാലിക ഭക്തി. അപ്പം ആ ഭക്തിയിൽ തുടങ്ങുന്നതിന് ദോഷമൊന്നുമില്ല. എന്താണോ നേരത്തെ പറഞ്ഞല്ലോ, എവിടെയാണോ ആകർഷിക്കുന്നത്, എന്താണോ ആകർഷിക്കുന്നത്, അതിലൂടെ ഭക്തി തുടങ്ങാം. പക്ഷേ ഭക്തി അവസാനിക്കേണ്ടത്, ചെന്നെത്തേണ്ടത് ജ്ഞാനഭക്തിയിലാണ്. അത് എല്ലാ സ്ഥലത്തും വാസുദേവ ഭഗവാനെ എല്ലാ സ്ഥലത്തും ദർശനം ചെയ്തുകൊണ്ട്, എല്ലാ കാര്യങ്ങളിലും, എല്ലാ സൃഷ്ടിയിലും കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, യുക്തി കൊണ്ടും, നേരത്തെ പറഞ്ഞതുപോലെ യുക്തിയും തർക്കവും അതൊക്കെ ഉപയോഗിച്ചും നമ്മുടെ അനുഭവം ഉപയോഗിച്ചും ഭഗവാനെ നേരിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു സൂചനയാണ് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതിൽ ഭഗവത് ദർശനം സദ്രൂപത്തിലുണ്ട്, ഇനി ചിത് രൂപത്തിലും ഭഗവത് ദർശനം അതിൽ സാധിക്കും. ആനന്ദരൂപത്തിലുണ്ട്, നമുക്കറിയാം ആനന്ദമായിട്ടുള്ള അതിലുള്ള ബന്ധം. ഈ തത്വ വിചാരത്തിൽ ആ ഒരു ഭാവം നമ്മൾ അറിയണം. ഇപ്പം ഈ ഷഡ്ലിംഗങ്ങളിൽ അഭ്യാസം എന്നൊരു ലിംഗമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, അഭ്യാസം പുനഃ ആവർത്തിക്കുക. അത് ശ്രീമദ് ഭാഗവതത്തിലെ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാവിനെ അതിൻ്റെ എല്ലാ കലകളോടും കൂടി സഗുണ നിർഗുണ സാകാര നിരാകാര ഉപാഖ്യ അനുപാഖ്യ ഭാവങ്ങളിലൊക്കെ വർണ്ണിച്ചിരിക്കുന്നത് എടുത്ത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുക അതതിൽ സ്ഥാനങ്ങളിൽ വന്ന സ്തുതികളിലാണ്. ആ സ്തുതികൾ ആണ് ഭാഗവതത്തിൻ്റെ സൂത്രം. ആ സ്തുതികളാണ് ഭാഗവതത്തിൻ്റെ വാചികമായ ആത്മാവ്. ഭാഗവതം വാചാലമാകുന്നത്, ഈ തത്വകഥനത്തിൽ വാചാലമാകുന്നത് ആ സ്തുതികളിലൂടെ നേരിട്ടാണ്. അപ്പോൾ അതിൽ വൈകുന്നേരത്തെ സത്രത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, രാവിലെ സൂചിപ്പിച്ചതുപോലെ, ആദ്യത്തെ സ്കന്ധത്തിലുള്ള കുന്തിദേവിയുടെ ഒരു സ്തുതി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഒരുപാട് സ്തുതികളുണ്ട്, എല്ലാ സ്തുതികളും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ തുടങ്ങി വയ്ക്കാം. എന്നിട്ട് ആ സ്തുതിയിൽ എങ്ങനെയാണ് വേദാന്ത തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത്, കഥയെ മുൻപും പിൻപും നിർത്തി ഇടയ്ക്കൊരു ഇടവേള പോലെ സ്വീകരിച്ച് ഈ സ്തുതികളിലൂടെ വേദാന്ത തത്വങ്ങളെ, ഭാഗവതത്തിൻ്റെ ഭാഗവതത്തിലെ ആത്മാവിനെ എങ്ങനെയാണ് ഭാഗവതം വാചാലമാക്കുന്നത് എന്ന് നമുക്ക് വൈകുന്നേരത്തെ സത്രത്തിൽ കേൾക്കാം. അതിനു മുമ്പായിട്ട് ഈ സ്തുതി പറയാൻ പറ്റിയ ഭക്തി, അതാണിപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ജ്ഞാനഭക്തി. ആ ജ്ഞാനഭക്തിയിൽ ഭഗവാന്റെ സ്വരൂപം കാണാൻ സാധിക്കുന്നു എല്ലാ സ്ഥലത്തും എന്ന് പറയുന്നു. അത് ഇന്നലെ ഞാൻ പറഞ്ഞു, ചിന്തിച്ച് മനസ്സിലാക്കാനും നേരിട്ട് കാണാനും സാധിക്കും. അപ്പം നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല, ഭഗവത് ദർശനം ഉണ്ടാകുന്നില്ല എന്ന് എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. വാസ്തവത്തിൽ ഭഗവത് ദർശനം ഉണ്ടാകാനുള്ള ദർശനം നമുക്ക് ആദ്യം ഉണ്ടാകണം. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി സ്തുതിയെ ഒന്ന് പരിചയപ്പെടാം വൈകുന്നേരത്തെ സത്രത്തിൽ.